എത്രത്തോളം പറയാൻ സാധിക്കുമോ, അതായത് ഗദ്യ പരമായിട്ട് എഴുതിയിരിക്കുന്ന അർത്ഥങ്ങൾ അതും എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അതും തീർച്ചയായിട്ടും കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ശബ്ദ പരീക്ഷ അല്ലെങ്കിൽ ശബ്ദ പ്രമാണത്തെ കുറിച്ചാണ് ശബ്ദ പരിച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഗ്രന്ഥം എല്ലാവരുടെയും കയ്യിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാരികകൾ വായിച്ച് അതിന്റെ അർത്ഥം ക്രമേണ നമുക്ക് ചിന്തിക്കാം. പ്രത്യക്ഷം, അനുമാനം എന്നിങ്ങനെ രണ്ട് പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഗ്രന്ഥത്തിൽ എന്തൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നുവോ അത് മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന ക്ലാസ്സിൽ നിങ്ങളിത് പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇനി ശബ്ദപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ശബ്ദപ്രമാണത്തെ കുറിച്ച് സാധാരണ ഈ താർക്കിക ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ തർക്കസംഗ്രഹം മുതലായ ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണത്തെയും അനുമാന പ്രമാണത്തെയും നിരൂപിച്ചതിന് ശേഷം ഉപമാന പരിച്ഛേദമാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷ പരിച്ഛേദത്തിനും അനുമാന പരിച്ഛേദത്തിന്റെയും അല്ലെങ്കിൽ അനുമാന പ്രമാണത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശബ്ദപ്രമാണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഉപമാന പ്രമാണത്തെ കുറിച്ചല്ല. അപ്പൊ അതിന് എന്താണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശബ്ദ പരീക്ഷ അല്ലെങ്കിൽ ശബ്ദ പരിച്ഛേദം ഗ്രന്ഥകാരൻ തുടങ്ങുന്നത്. അഥ ശബ്ദ പരീക്ഷ അനുമാനതഃ പരസ്താത് ഉപമാനം വർണ്ണയന്തി തർക്കവിദഃ വാദി പരിഗ്രഹ ഭൂമ്ന വയം തു ശബ്ദം പുരസ്കുർമഃ എന്നിങ്ങനെ ഹേതു പറയുന്നു. തർക്കശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യം അംഗീകരിക്കുന്നവർ താർക്കികന്മാര് ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ അവരെന്താണ് ആദ്യം വർണ്ണിക്കുന്നത്? അനുമാനത്തിന് ശേഷം അനുമാനതഃ പരസ്താത് ഉപമാനം വർണ്ണയന്തി തേ തർക്കവിദഃ. അനുമാന പ്രമാണം നിരൂപിച്ചതിന് ശേഷം ഉപമാന പ്രമാണമാണ് താർക്കിക ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ പോലും ഈ ഗ്രന്ഥത്തിൽ, മാനമേധയ ഗ്രന്ഥത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? വാദി പരിഗ്രഹ ഭൂമ്ന വയം തു ശാബ്ദം പുരസ്കുർമഃ ത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അനുമാന പ്രമാണം കഴിഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പലതരം സിദ്ധാന്തങ്ങൾ പലർക്കുമുണ്ട്. ഈ സിദ്ധാന്തങ്ങളിൽ പ്രായേണ പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും എല്ലാവർക്കും അഭ്യുപഗതമാണ്. എല്ലാവർക്കും അല്ല, എന്നാലും പ്രായേണ കുറെ പേർക്ക് അഭ്യുപഗതമാണ്, കുറെ സൈദ്ധാന്തികന്മാർക്ക് അഭ്യുപഗതമാണ്. ഈ പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും കഴിഞ്ഞതിന് ശേഷവും ഏറ്റവും പരിഗൃഹീതമായിട്ടുള്ള വാദികൾക്ക്, സൈദ്ധാന്തികന്മാർക്ക് അഭ്യുപഗതമായിരിക്കുന്ന ഒരു പ്രമാണം ഏതെന്ന് വെച്ചാൽ അത് ശബ്ദപ്രമാണമാണ്, ഉപമാന പ്രമാണാപേക്ഷയ. അപ്പൊ ഉപമാന പ്രമാണം പോലും പലരും സ്വീകരിക്കുന്നില്ല. കാണാതന്മാര് പോലും ഈ ഉപമാന പ്രമാണത്തെ സ്വീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ബൗദ്ധന്മാർ സ്വീകരിക്കുന്ന പല വാദികളും ഈ ഉപമാന പ്രമാണത്തെ സ്വീകരിക്കുന്നില്ല. എന്നാലും ശബ്ദപ്രമാണം കുറെ പേർക്ക് അഭിമതമാണ് എന്ന് സ്ഥിതി. അതായത് ഇപ്പോ യോഗശാസ്ത്രത്തിലാണെങ്കിലും സാഖ്യശാസ്ത്രത്തിലാണെങ്കിൽ പോലും ഉപമാന പ്രമാണം വേറൊന്നും സ്വീകരിക്കുന്നില്ല. പക്ഷെ അവർ ശബ്ദപ്രമാണത്തെ സ്വീകരിക്കും. വാദികളെ വെച്ച് നോക്കിയാൽ മിക്കവർക്കും ഉപമാന പ്രമാണം അഭ്യുപഗതമല്ല, എന്നാൽ ശബ്ദപ്രമാണം അഭ്യുപഗതമാണ് എന്നുള്ളത് കൊണ്ട് ഉപമാന പ്രമാണത്തെക്കാളും ഈ ഒരു വിഷയത്തിൽ ശബ്ദപ്രമാണത്തിന് ശ്രേഷ്ഠമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ശബ്ദപ്രമാണത്തെയാണ് നിരൂപിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് വാദി പരിഗ്രഹ ഭൂമ്ന. വാദികള് കുറെ പേര് ഇതിനെയാണ് പരിഗ്രഹിച്ചിരിക്കുന്നത് ഉപമാന പ്രമാണത്തെക്കാളും എന്നുള്ളത് കൊണ്ട് നമുക്ക് ശബ്ദപ്രമാണത്തെ കുറിച്ച് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞു തത്ര താവത് പദൈഹി ജ്ഞാതൈഹി പദാർത്ഥസ്മരണേ കൃതേ അസന്നികൃഷ്ടവാക്യാർത്ഥജ്ഞാനം ശാബ്ദം ഇതി ഈര്യതേ. ഇടയിൽ ഒന്നും കൂടിയും എനിക്കൊന്ന് ഉറപ്പുവരുത്താനുണ്ട്. ശബ്ദം സ്പഷ്ടമാണല്ലോ അല്ലെ? ആരെങ്കിലും ഒന്നുകൂടി ഉറപ്പുവരുത്തിയാൽ. ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ട്. ഒരു നിമിഷം. ഇപ്പോ എന്താണ് എന്തെങ്കിലും വ്യത്യാസം?
ശബ്ദം സ്പഷ്ടമാണോ? ശ്യാമിലി രാധാകൃഷ്ണൻ മൈക്കോട്ട് കേൾക്കാമോ? ഇപ്പോ ശബ്ദം സ്പഷ്ടമാണോ? എവിടെയെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ശബ്ദം സ്പഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പറയുക. അപ്പോ വാദികള് കുറെ പേര് ശബ്ദപ്രമാണത്തെ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശബ്ദപ്രമാണത്തെ നിരൂപിക്കുന്നു അനുമാന പ്രമാണത്തിന് ശേഷം. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? തത്ര താവത് പദൈഹി ജ്ഞാതൈഹി പദാർത്ഥസ്മരണേ കൃതേ അസന്നികൃഷ്ട വാക്യാർത്ഥജ്ഞാനം ശാബ്ദം ഇതി ഈര്യതേ എന്നിങ്ങനെ. ആദ്യം ശാബ്ദബോധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പറയുന്നത്. അസന്നികൃഷ്ട വാക്യാർത്ഥജ്ഞാനം ശാബ്ദബോധ. വാക്യാർത്ഥജ്ഞാനത്തിനെയാണ് ശാബ്ദബോധം എന്ന് പറയുന്നത്. ഒരു വാക്യം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നോക്കൂ എങ്ങനെയാണ് നമുക്കൊരു ശാബ്ദബോധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നോക്കൂ ഇവിടെ ഈ പ്രമാണ വിഭാഗത്തിൽ നമ്മൾ എപ്പോഴും അറിയേണ്ടത് എന്താണ്? കരണം എന്താണ്, ആ കരണത്തിൽ നിന്നുണ്ടാവുന്ന ഫലം എന്താണ്. ഇപ്പൊ നമ്മൾ പ്രത്യക്ഷ പ്രമാണവും അനുമാന പ്രമാണവും പഠിച്ചു. പ്രത്യക്ഷ പ്രമാണം പഠിച്ചപ്പോൾ നമ്മൾ കരണം എന്താണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് കരണം. ഈ ഇന്ദ്രിയങ്ങളാകുന്ന കരണങ്ങളിൽ നിന്ന് പ്രത്യക്ഷ പ്രമ ഉണ്ടാകുന്നു. അനുമാനമാകുന്ന പ്രമാണത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? അനുമിതി എന്നിങ്ങനെ പ്രമ ഉണ്ടാകുന്നു. ഇതേപോലെ ഈ ശാബ്ദബോധം എന്നുള്ളത് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? പദൈഹി ജ്ഞാതൈഹി. പദത്തിന്റെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, പദങ്ങളുടെ അറിവുണ്ടായിക്കഴിഞ്ഞാൽ, ആ അറിഞ്ഞ പദങ്ങളിൽ നിന്നും നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന ആ പദങ്ങളിൽ നിന്ന് എന്തുണ്ടാകുന്നു? ശാബ്ദബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ശാബ്ദം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. ഈ വാക്യാർത്ഥജ്ഞാനത്തിന് എന്താണ് വിഷയം? അസന്നികൃഷ്ട അർത്ഥ. ഇതിനു മുൻപ് നമ്മൾക്കറിയാത്ത എന്തോ ഒരു വിഷയത്തെ അറിയിപ്പിക്കുന്ന അസന്നികൃഷ്ടമായിരിക്കുന്ന ഒരർത്ഥത്തെ നമ്മൾക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ അറിയിപ്പിച്ചുകൊണ്ട് ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. എന്തിൽ നിന്ന്? അറിവിന് വിഷയമായിരിക്കുന്ന പദങ്ങളിൽ നിന്ന്. അപ്പൊ നേരിട്ടുണ്ടാവുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന്റെ ഇടയ്ക്ക് ഒരു വസ്തു കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താണത്? പദാർത്ഥ സ്മരണം. അപ്പൊ പദൈഹി ജ്ഞാതൈഹി, പദങ്ങൾ അറിഞ്ഞതിന് ശേഷം പദാർത്ഥ സ്മരണം ഉണ്ടാകുന്നു, അതിനുശേഷം ശാബ്ദബോധം ഉണ്ടാകുന്നു എന്നാണ് ക്രമം. ഒരു പ്രമാണം ഒരറിവിനെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചില ക്രമമുണ്ട്. ഈ ക്രമമാണ് ആദ്യം പദജ്ഞാനം. അപ്പൊ അറിവിന് പദം, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? ദേവദത്ത ഗ്രാമം ഗച്ഛതി എന്നൊരാൾ ഒരു വാക്യം ഉച്ചരിക്കുന്നു. അപ്പോൾ ആ വാക്യം പദജ്ഞാനം ഉണ്ടാകുന്നു. പദജ്ഞാനം ഉണ്ടായതിനു ശേഷം ആ ഓരോ പദത്തിന്റെയും അർത്ഥത്തെ അയാൾ സ്മരിക്കുന്നു. ദേവദത്ത എന്നുള്ള പദത്തിന് എന്താണ് അർത്ഥം? ഗ്രാമം എന്നുള്ള പദത്തിന് എന്താണ് അർത്ഥം? ഗച്ഛതി എന്നുള്ള പദത്തിന് എന്താണ് അർത്ഥം? എന്നിങ്ങനെ ഉച്ചരിക്കപ്പെട്ട വാക്യത്തിലുള്ള ഓരോ പദങ്ങളും കേട്ടതിന് ശേഷം, ഓരോ പദങ്ങളിൽ നിന്ന് ഓരോ അർത്ഥസ്മരണം ഉണ്ടായതിനു ശേഷം നമുക്ക് പുതിയതായിട്ട് ഒരർത്ഥത്തെ നമുക്ക് കാട്ടിത്തരുന്നു. ദേവദത്തൻ ഗ്രാമത്തിലേക്ക് പോകുകയാണ് എന്നിങ്ങനെ. അപ്പൊ പദജ്ഞാനം, പിന്നീട് പദാർത്ഥ സ്മരണം, പിന്നെ ശാബ്ദബോധം എന്നിങ്ങനെ ക്രമം അറിഞ്ഞുകൊള്ളണം. ആ അവസാനം ഉണ്ടാകുന്ന ജ്ഞാനമാണ് ശാബ്ദബോധം. അതാണ് പറയുന്നത് തത്ര താവത് പദൈഹി ജ്ഞാതൈഹി പദാർത്ഥസ്മരണേ കൃതേ. പദം അറിഞ്ഞതിന് ശേഷം, അറിവിന് വിഷയമായതിനു ശേഷം പദാർത്ഥസ്മരണം ഉണ്ടാകുന്നു.
പദാർത്ഥ സ്മരണത്തിൽ നിന്ന് അസന്നികൃഷ്ട വാക്യാർത്ഥജ്ഞാനമാകുന്ന ശാബ്ദബോധം ഉണ്ടാകുന്നു എന്നിങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാരികയ്ക്ക് മുൻപായിട്ട് ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗ്രന്ഥത്തില്. അതൊന്ന് സംക്ഷേപേണ നമുക്ക് നോക്കാം. മുഴുവനായിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം വിഷയങ്ങൾ അറിയണമോ അത്രത്തോളം വിഷയം നമുക്ക് സംക്ഷിപ്തമായിട്ടൊന്ന് നോക്കാം. ഇതില് എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കൂ. ഈ ശാബ്ദജ്ഞാനം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പദാർത്ഥ സ്മരണം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നു. ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഈ പദാർത്ഥ ഉപസ്ഥിതി ഉണ്ടാകുന്നത് എന്നിങ്ങനെ ചെറുതായിട്ട് ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ ശക്തിജ്ഞാനം എന്നൊരു ജ്ഞാനം കൂടി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പദാർത്ഥ സ്മരണം ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ. ശക്തിജ്ഞാനം, ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദത്തിന് എവിടെയാണ് അർത്ഥം എന്നിങ്ങനെ നമ്മൾ മുൻപേ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ശക്തി, അതായത് ഒരു പദത്തിനും ആ പദത്തിനാൽ കുറിക്കപ്പെടേണ്ടുന്ന അർത്ഥത്തിനും തമ്മിൽ ഒരു സംബന്ധമുണ്ട് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം. ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പദം കേട്ടതിന് ശേഷം ആ അർത്ഥത്തെ നമ്മൾ സ്മരിക്കില്ലായിരുന്നു. അപ്പോ എന്തുകൊണ്ടാണോ ഒരു വാക്യത്തിൽ ഏതെങ്കിലും ഒരു പദം കേട്ടിട്ട് ഒരു നിയതമായിട്ട് ഒരു അർത്ഥത്തെ നമ്മൾ സ്മരിക്കുന്നത്, ആ സ്മരണമാകുന്ന കാര്യം ഉപപാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ പദത്തിനും ആ അർത്ഥത്തിനും തമ്മിൽ ഒരു സംബന്ധ വിശേഷമുണ്ട്. ആ സംബന്ധ വിശേഷത്തിനെ നമ്മൾ ശക്തി എന്നിങ്ങനെ ശാസ്ത്രത്തിൽ ഒരു പാരിഭാഷികമായിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നു. അപ്പോൾ പദത്തിനും പദാർത്ഥത്തിനും തമ്മിലുള്ള ഒരു സംബന്ധമാണ് ശക്തി. ഈ ശക്തി ഉണ്ട്. ഈ ശക്തി നമ്മൾ മുൻപേ അറിഞ്ഞിരിക്കണം. ഇതിനെയാണ് ശക്തിജ്ഞാനം എന്ന് പറയുന്നത്. ഈ ശക്തിജ്ഞാനം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പദാർത്ഥോപസ്ഥിതി ഉണ്ടാകുന്നുള്ളൂ എന്നിങ്ങനെ ഒരു ചെറിയൊരു വിഷയം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ശക്തിജ്ഞാനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പലതരത്തിലും ഉണ്ടാകാം. അതിൽ ഒരു ഉദാഹരണം ഗ്രന്ഥകാരൻ കാണിച്ചിട്ടുണ്ട്. ഗാം ആനയ പുത്രസ്തേ ജാതഃ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ശക്തിഗ്രഹം ഉണ്ടാകുന്നത്. അതിൽ ഒരു ഉദാഹരണമാണ് ഗാം ആനയ എന്നിങ്ങനെ ഒരു വാക്യം. നോക്കൂ, ഒരു വ്യക്തി ഇവിടെ 3 പുരുഷന്മാരെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ഉത്തമ വൃദ്ധ, മറ്റൊന്ന് മധ്യ, അതായത് 3 വ്യക്തികൾ. ഒരാള് വേറൊരാളോട് ഒരു വാക്യം ഉച്ചരിക്കുന്നു. ഈ ഉച്ചരിക്കുന്ന വാക്യം മൂന്നാമതൊരു വ്യക്തി കേൾക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം. അതിൽ ഒരു വ്യക്തി ഒരു വാക്യം ഉച്ചരിക്കുകയാണ്, ഗാം ആനയ. ഗാം എന്ന് പറഞ്ഞാൽ പശുവിനെ കൊണ്ടുവരൂ, ഗാം പശുവിനെ കൊണ്ടുവരൂ, ആനയ ഗാം ആനയ എന്നിങ്ങനെ. അപ്പൊ ഈ കേട്ട് നിൽക്കുന്ന വ്യക്തിക്ക്, അതായത് ഈ വ്യക്തി ഒരാളോട് ഈ വാക്യം ഉച്ചരിക്കുന്നു, അയാൾ പോയിട്ട് ആ പശുവിനെ കൊണ്ടുവരുന്നു എന്നിങ്ങനെ മൂന്നാമതൊരാൾ കാണുന്നുണ്ട്. പക്ഷെ ഈ മൂന്നാമതൊരാൾക്ക് ഈ വാക്യത്തിന് മുൻപ് ഗാം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ് എന്നറിയില്ല, ആനയ എന്നുള്ള പദത്തിന്റെയും അർത്ഥം എന്താണ് എന്നറിയില്ല ആ വ്യക്തി. പക്ഷേ ഈ പ്രവൃത്തിക്ക് ശേഷം, ഈ വാക്യം ഉച്ചരിച്ചിട്ട് ഈ രണ്ടാമത്തെ വ്യക്തിയുടെ പ്രവൃത്തി ഈ മൂന്നാമത്തെ ആള് കണ്ടതിന് ശേഷം ആൾക്ക് മനസ്സിലാക്കുന്നു, ഈ വാക്യം കേട്ടതിന് ശേഷം അയാൾ പെട്ടെന്ന് പ്രവർത്തിച്ചു. അപ്പൊ ഇയാൾക്ക് പ്രവൃത്തി ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് ഒരു അറിവ് ഈ വാക്യത്തിൽ നിന്നുണ്ടായിരിക്കണം. അപ്പോ ഈ വാക്യത്തിൽ നിന്ന് ആ അറിവ് ഉണ്ടായി എന്നത് കൊണ്ടാവണം തീർച്ചയായിട്ടും ആ വ്യക്തി പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം എല്ലാ പ്രവൃത്തിക്കും ഒരു അറിവ് ആവശ്യമായിട്ടുണ്ട്. അപ്പോ പശുവിന്റെ ആനയനം, ഗവാനയനം എന്നുള്ള ക്രിയ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗവാനയനം കർത്തവ്യം, എന്നാൽ ഗവാനയനം ചെയ്യപ്പെടണം എന്നിങ്ങനെ ഉള്ള ഒരു ശാബ്ദബോധം തീർച്ചയായിട്ടും ഈ വാക്യത്തിൽ നിന്ന് ഈ വ്യക്തി അറിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം തീർച്ചയായിട്ടും. പക്ഷെ നോക്കൂ, ഇങ്ങനെ മനസ്സിലാക്കിയാൽ പോലും അതിൽ പശുവിനെ കുറിക്കുന്ന പദം എന്താണ്,
ആനയന ക്രിയയെ കുറിക്കുന്ന പദം എന്താണ് എന്ന് ആ വ്യക്തിക്ക് വിവേകം എങ്ങനെയാണ് വന്നു ചേരുക എന്ന് ചോദിച്ചാൽ ആവാപ ഉദ്വാപാഭ്യാം എന്നിങ്ങനെ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുണ്ട്. ആവാപ ഉദ്വാപാഭ്യാം. ആവാപ ഉദ്വാപൗ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി നോക്കൂ. ഈ ഗാം ആനയ എന്നുള്ള വാക്യത്തിന് ശേഷവും ഗാം ബധാന, അശ്വം ആനയ എന്നിങ്ങനെ വാക്യം ഉച്ചരിക്കുന്നു. ഗാം ബധാന, ആദ്യം എന്താണ് പറഞ്ഞത്? ഗാം ആനയ. അപ്പൊ ഗാം ആനയ എന്നുള്ള വാക്യത്തിൽ നിന്ന് ഗവ ആനയനം കർത്തവ്യം എന്നിങ്ങനെ അർത്ഥബോധം ഉണ്ടാകും. പിന്നീട് ഗാം ബധാന അശ്വമാനയ എന്നിങ്ങനെ വാക്യം ഉച്ചരിച്ചതിന് ശേഷം നോക്കി നോക്കൂ, ഗാം ബധാന എന്ന് വീണ്ടും ഒരു വാക്യം ഉച്ചരിക്കുന്നു. അപ്പോ ആ രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്യുന്നു? പശുവിനെ കെട്ടുന്നു. നോക്കി നോക്കൂ, ഇതാണ് ആവാപഹ എന്ന് പറഞ്ഞാൽ. അതായത് പദാന്തര യോഗ ആവാപഹ. മുൻപ് ഉച്ചരിക്കപ്പെട്ട വാക്യത്തിൽ നിന്ന് ഉച്ചരിച്ച വേറെ ഒരു പദം അതിനോട് യോജിപ്പിച്ച് വീണ്ടും വാക്യം ഉച്ചരിക്കുന്നു. ഗാം ബധാന എന്നിങ്ങനെ. ഇപ്പോ ആനയ എന്നുള്ള പദം ഇല്ലാണ്ട് പുതിയതായിട്ടുള്ള ബധാന എന്നുള്ള പദം, അതായത് കെട്ടു എന്ന അർത്ഥത്തെ കുറിക്കുന്ന ഒരു പദം ഉച്ചരിക്കുന്നു. അപ്പൊ എന്താ, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? പശുവിനെ കൊണ്ടുപോയി കെട്ടുന്നു. നോക്കി നോക്കൂ, അശ്വമാനയ എന്ന് പറയുമ്പോ പശുവിനെ കൊണ്ടുവരുന്നു. ഗാം ആനയ എന്ന് പറയുമ്പോൾ, ഗാം ബധാന എന്ന് പറയുമ്പോൾ ആ പശുവിനെ കെട്ടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരു വാക്യം ഉച്ചരിക്കുന്നു, അശ്വമാനയ എന്നിങ്ങനെ വാക്യം. അശ്വത്തെ കൊണ്ടുവരൂ എന്നിങ്ങനെ മൂന്നാമതൊരു വാക്യം. ഈ അശ്വമാനയ എന്നുള്ള വാക്യത്തിൽ നോക്കി നോക്കൂ, ഇപ്പൊ ഗോപദം ഇല്ല, പിന്നെ എന്താണ് ഉള്ളത്? ആനയ എന്നുള്ള വേറെ ആനയ എന്നുള്ള പദമുണ്ട്. ഇതിൽ ഗോപദത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതിനെയാണ് ഉദ്വാപഹ എന്ന് പറയുന്നത്. അതായത് പദത്യാഗ, പദത്തിന്റെ ത്യാഗത്തെ ചെയ്തിരിക്കുന്നു. ഗാം എന്നുള്ള പദത്തിന്റെ ത്യാഗത്തെ ചെയ്തിരിക്കുന്നു. അപ്പോ ഗാം ആനയ എന്ന് പറയുമ്പോഴോ അയാൾ എന്ത് ചെയ്യുന്നു? പശുവിൽ പ്രവർത്തിക്കുന്നില്ല, പിന്നെയോ അശ്വത്തെ, കുതിരയെ കൊണ്ടുവരാൻ അയാൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഈ മൂന്നാമത്തെ വ്യക്തി എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് നോക്കുന്നു. ഗാം എന്നുള്ള പദം ഉച്ചരിക്കുമ്പോൾ അയാൾ ഗവി പ്രവർത്തതേ, ഗോസംബന്ധിയായിട്ടുള്ള ചേഷ്ടകൾ അയാൾ എപ്പോഴാണ് ചെയ്യുന്നത്? വാക്യം കേട്ടതിന് ശേഷം. ആ വാക്യത്തിൽ ഗോപദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഗോപദം പ്രയോഗിക്കാത്ത സമയത്തോ അയാൾ ഗോസംബന്ധി പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ എന്ത് മനസ്സിലാക്കുന്നു? ഗോപദമാണ് ഇവിടെ പശുവിനെ കുറിക്കുന്നത്, മറ്റേ പദം ആനയ എന്നുള്ള പദമല്ല. ആനയ എന്നുള്ള പദം അയാൾ എപ്പോൾ ഉച്ചരിക്കുന്നുവോ അപ്പോൾ അയാൾ ആനയന ക്രിയയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഗോപദം എപ്പോൾ പ്രയോഗിക്കുന്നു അയാൾ ഗോസംബന്ധി പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. എന്നിങ്ങനെ പദാന്തര യോഗം എന്നുള്ള ആവാപത്തെയും പദത്യാഗം എന്നുള്ള ഉദ്വാപത്തെയും ചെയ്തതിന് ശേഷം നമുക്ക് വ്യവഹാര ആ പദത്തിന്റെ ശക്തി എവിടെയൊക്കെയാണ് ഉള്ളത് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. എന്നിങ്ങനെ എന്ത് മനസ്സിലാക്കാം? നമുക്ക് ആ ഓരോ പദത്തിന്റെയും അർത്ഥം വ്യവഹാരം കൊണ്ട് എവിടെയാണ് എന്നിങ്ങനെ മനസ്സിലാക്കാം എന്ന് സ്ഥിതി. അപ്പോ എന്താണ് ഇത് പറഞ്ഞതിന് ശേഷം? അപ്പൊ ഇങ്ങനെ പദത്തിനും അർത്ഥത്തിനും എന്ത് സംബന്ധമാണ്? ഇത്രയും ഞാൻ പറഞ്ഞതിന് ശേഷം എന്താണ് മനസ്സിലാക്കുന്നത് നമ്മൾ? ഗോപദത്തിന്റെ ശക്തി ഏതർത്ഥത്തിലാണ്? സാസ്നാദിമത് പദാർത്ഥേ ശക്തി. സാസ്നാദികം എന്ന് പറഞ്ഞാൽ ആ പശുവിന്റെ കഴുത്തിന്റെ ആ ഒരു ആകൃതിയും എല്ലാം ഇങ്ങനെയുള്ള ആകൃതിയോട് കൂടി, പശുവിന്റെ ലക്ഷണമാണ് സാസ്ന എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സാസ്നയോട് കൂടിയിട്ടുള്ള ആ വ്യക്തിവിശേഷത്തിലാണ് ഗോപദത്തിന്റെ ശക്തി എന്നിങ്ങനെ ശക്തിഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. അതിനുശേഷം അയാൾ എപ്പോഴൊക്കെ ഗോപദം കേൾക്കുന്നോ അപ്പോഴൊക്കെ ഈ സാസ്നാനിമത് പദാർത്ഥ വ്യക്തിയുടെ അറിവ് ആ വ്യക്തി നേടുന്നു എന്നിങ്ങനെ അയാൾക്ക് ശബ്ദബോധം ഉണ്ടാകുന്നു എന്ന് പ്രക്രിയ നിരൂപിക്കണം. അപ്പൊ ശക്തിജ്ഞാനം കൂടി പദാർത്ഥോപസ്ഥിതിക്ക് വേണം എന്നാണ് ഗ്രന്ഥകാരൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ചുരുക്കിയിട്ട് ഈ അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം കൂടിയും പറയാനുണ്ട്, അത് അന്തിമ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത ശ്ലോകം എന്താണ്? തേനാത്ര പദാവഗതാ പുനഃ പദാർത്ഥ മിഥോന്വയം യാന്തി ഇത്യേവം
അഭിഹിതാന്വയ സിദ്ധാന്തോ ദർശിതഃ അസ്മദാദീനാം സകല പദാന്തര പൂർത്തൗ ഇതര പദാർത്ഥൈ സമന്വിതം സ്വാർത്ഥം സർവപദാനി വദന്തീതി അന്യേഷാം അന്വിതാഭിധാന മതം എന്നിങ്ങനെ ശ്ലോകങ്ങൾ. ഇനി എന്താണ് ഗ്രന്ഥകാരൻ പറയുന്നത്? ഇപ്പൊ മുൻപ് പറഞ്ഞ അംശങ്ങളോട് ചേർത്തിട്ടാണ് ഞാൻ ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ പോകുന്നത്. എന്താണ് വ്യാഖ്യാനിക്കേണ്ടത് ഇവിടെ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാരികകളിൽ എന്താണെന്ന് വെച്ചാൽ അഭിഹിതാന്വയവാദം, അന്വിതാഭിധാനവാദം എന്നിങ്ങനെ രണ്ട് വാദങ്ങളുണ്ട്. ഈ വാദങ്ങളെയാണ് ഈ രണ്ട് കാരികകളിലും പരാമർശിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീമാംസാ ഗ്രന്ഥമാണല്ലോ ഇത്. ഈ മീമാംസകന്മാർക്ക് വീണ്ടും രണ്ട് വിഭാഗമുണ്ട്. രണ്ട് സിദ്ധാന്തങ്ങൾ, രണ്ട് വിലക്ഷണമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ പിന്തുടരുന്ന രണ്ട് പക്ഷങ്ങളുണ്ട്. ഒന്ന് ഭാട്ടമതം അല്ലെങ്കിൽ ഭട്ടപ്രസ്ഥാനം അല്ലെങ്കിൽ ഭാട്ടപ്രസ്ഥാനം എന്നിങ്ങനെ, അല്ലെങ്കിൽ പ്രഭാകര പ്രസ്ഥാനം, പ്രാഭാകര പ്രസ്ഥാനം, ഭാട്ടപക്ഷ, പ്രാഭാകരപക്ഷ എന്നിങ്ങനെ രണ്ട് പക്ഷങ്ങൾ. അതായത് കുമാരില ഭട്ട എന്നിങ്ങനെ ഒരു മീമാംസകൻ, ആ മീമാംസകന്റെ സിദ്ധാന്തത്തെ പിന്തുടരുന്ന മീമാംസകന്മാരെ ഭാട്ടമീമാംസക എന്നും, പ്രഭാകര എന്നിങ്ങനെ പ്രഭാകര മീമാംസക എന്നിങ്ങനെ വേറെ ഒരു മീമാംസകൻ, ആ മീമാംസകന്റെ സിദ്ധാന്തത്തെ പിന്തുടരുന്ന സൈദ്ധാന്തികന്മാരെ എന്ത് പറയുന്നു? പ്രാഭാകരാഹ എന്നിങ്ങനെ പറയുന്നു. അപ്പോ ഭാട്ടമതം, പ്രാഭാകരമതം എന്നിങ്ങനെ രണ്ട് മതങ്ങളുണ്ട്. എന്ന മീമാംസകന്മാരിൽ തന്നെ ഇങ്ങനെ രണ്ട് മതങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മതം എന്ന് പറഞ്ഞാൽ പക്ഷങ്ങൾ, രണ്ട് പക്ഷങ്ങൾ എന്നർത്ഥം. അപ്പോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഭാട്ടമതത്തിന് അല്ലെങ്കിൽ ഭാട്ടപ്രസ്ഥാനത്തിൽ അംഗീകരിക്കുന്ന ഒരു വാദമാണ് അഭിഹിതാന്വയവാദ അല്ലെങ്കിൽ അഭിഹിതാന്വയ സിദ്ധാന്ത എന്നിങ്ങനെ. ഈ ഗ്രന്ഥകാരനും ഭട്ടവാദരും ഈ മാനമേദയ ഗ്രന്ഥകർത്താവും ഈ ഭാട്ടപ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന ഒരു സൈദ്ധാന്തികനാണ്. അദ്ദേഹത്തിന് പ്രാഭാകര മതത്തോട് യോജിപ്പില്ല. പ്രാഭാകര മതത്തെ ഖണ്ഡിക്കാനാണ് ഈ ഗ്രന്ഥത്തിൽ ഉടനീളം ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം തന്റെ സിദ്ധാന്തമായിട്ട് ഭാട്ടപ്രസ്ഥാനത്തെയും അല്ലാത്ത സിദ്ധാന്തത്തെ, പ്രാഭാകര സിദ്ധാന്തത്തെയും ഇതിൽ കുറിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാട്ടപ്രസ്ഥാനം എന്താണ്, അഭിഹിതാന്വയവാദം എന്താണ് എന്ന് വളരെ ചുരുക്കത്തിൽ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വളരെ ചുരുക്കത്തിൽ നമുക്ക് നോക്കാം. തേനാത്ര പദാവഗതാ പുനഃ പദാർത്ഥ മിഥോന്വയം യാന്തി ഇത്യേവം അഭിഹിതാന്വയ സിദ്ധാന്ത എന്നിങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ അഭിഹിതാന്വയവാദം എന്ന് പറഞ്ഞാൽ ഈ ശാബ്ദബോധത്തിന് കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഭാട്ടമീമാംസകന്മാര് പറയുകയാണ് പദം അല്ല കരണം, പദജ്ഞാനവുമല്ല കരണം. പിന്നെ എന്താണ് കരണം എന്ന് ചോദിച്ചാൽ അറിവിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളാണ് ശാബ്ദബോധത്തിന് കാരണം എന്നിങ്ങനെ. അതായത് നോക്കൂ, നമ്മൾ ശാബ്ദബോധം ഉണ്ടാകുന്ന ആ ക്രമം ഒന്നും കൂടി സ്മരിക്കണം. ആദ്യം ഒരാൾ വാക്യം ഉച്ചരിക്കുന്നു. അപ്പോൾ വാക്യം ഉച്ചരിക്കപ്പെട്ട വാക്യങ്ങളുടെ പദത്തിന്റെ ജ്ഞാനം ആദ്യം ഉണ്ടാകുന്നു. അതിനുശേഷം പദാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നു. അതിനുശേഷം ശാബ്ദബോധം ഉണ്ടാകുന്നു എന്നാണല്ലോ ക്രമം. ഇങ്ങനെ ക്രമം ഇരിക്കെ നോക്കൂ, ഈ ശാബ്ദബോധത്തിന് തൊട്ട് മുൻപ് ഉണ്ടാകുന്ന വസ്തു എന്താണ്? പദജ്ഞാനമാണോ പദാർത്ഥജ്ഞാനമാണോ എന്ന് ചോദിച്ചാൽ പദാർത്ഥജ്ഞാനമാണ് എന്ന് പറയണം. അതാണല്ലോ തൊട്ട് മുൻപ് ഉണ്ടാകുന്നത്. അപ്പോ അല്ലെങ്കിൽ ഇത് തന്നെ വിശേഷണ വിശേഷ്യഭാവം കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് അർത്ഥത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനത്തിന് വിഷയമാകുന്ന അർത്ഥം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പൊ അറിവിന് വിഷയമാകുന്ന അർത്ഥം ആണല്ലോ ശാബ്ദബോധത്തിന് തൊട്ട് മുൻപ്. ആദ്യം പദജ്ഞാനം, അത് കഴിഞ്ഞിട്ട് പദാർത്ഥജ്ഞാനം, അല്ലെങ്കിൽ
ജ്ഞാനത്തിന് വിഷയമാകുന്ന പദാർത്ഥം, അതിനുശേഷമാണ് ശാബ്ദബോധം. അപ്പോ ശാബ്ദബോധത്തിന് തൊട്ട് മുൻപുള്ള വസ്തു ശാബ്ദബോധത്തിന് കാരണമാണ് എന്ന് പറയുന്നതല്ലേ ഉചിതം? എന്തിനാണ് ദൂരെ നിൽക്കുന്ന പദം കാരണമാണ് എന്ന് പറയുന്നത് എന്നാണ് അഭിഹിതാന്വയവാദികൾ ചോദിക്കുന്നത്. അപ്പോ തൊട്ട് മുൻപ് നിൽക്കുന്ന വസ്തു കാരണമാണ് എന്ന് പറയുന്നതാണ് ഔചിത്യം എന്നുള്ളത് കൊണ്ട് പദജ്ഞാനമല്ല കാരണം, പിന്നെയോ പദാർത്ഥജ്ഞാനം അല്ലെങ്കിൽ അറിവിന് വിഷയമാകുന്ന അർത്ഥങ്ങളാണ് കാരണം. എന്തിന്? ശാബ്ദബോധത്തിന്. അതാണ് അവർ പറയുന്നത്. നോക്കൂ, തേനാത്ര പദാവഗതാഹ പുനഃ പദാർത്ഥാഹ മിഥോന്വയം യാന്തി. നോക്കൂ, പദാർത്ഥ അന്വയം. അന്വയം എന്ന് പറഞ്ഞാൽ സംബന്ധം. നോക്കൂ, നമ്മൾ ഒരു വാക്യത്തിൽ നിന്ന് പുതിയതായിട്ട് അറിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ സംബന്ധമാണ് ഒരു വാക്യത്തിൽ നിന്ന് പുതിയതായിട്ട് അറിയുന്നത്, വേറൊന്നുമല്ല. ഉദാഹരണം ഞാൻ പറയാം. ഈ അംശം കൂടി മനസ്സിൽ വെച്ചാൽ മാത്രമേ കാരികയുടെ അർത്ഥം മനസ്സിലാവൂ. ഉദാഹരണത്തിന് നോക്കൂ, ഒരാൾക്ക് ഘടം എവിടെയാണ് എന്ന് അറിയില്ല. ഘടം. അപ്പൊ ആ വ്യക്തിയോട് ഒരാൾ വാക്യം ഉച്ചരിക്കുകയാണ്, ഭൂതലേ ഘടോസ്തി, ഭൂതലത്തിൽ ഘടമുണ്ട് എന്നിങ്ങനെ. അപ്പൊ നോക്കൂ, ഈ വാക്യം ഉച്ചരിച്ചതിന് ശേഷം നോക്കൂ, ഈ വ്യക്തിക്ക് ഈ വാക്യം കേട്ടതിന് മുൻപ് ഭൂതലം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ് എന്നറിയാം, ഘടഹ എന്നുള്ള പദത്തിന്റെയും അർത്ഥം എന്താണ് എന്നറിയാം, അസ്ഥി എന്നുള്ള പദത്തിന്റെയും അർത്ഥം എന്താണ് എന്നറിയാം. അപ്പോ ഈ വാക്യത്തിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓരോ പദങ്ങളുടെയും അർത്ഥം ആ വ്യക്തിക്ക് മുൻപ് അറിയാം എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കണം. പക്ഷെ എന്നാ പിന്നെ ഈ വ്യക്തിക്ക് ഈ വാക്യം കൊണ്ട് എന്താണ് ഒരു ഉപകാരം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നോക്കൂ, ആ ഭൂതലത്തിനും ഘടത്തിനും തമ്മിലുള്ള സംബന്ധം എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. ഭൂതലം അറിയാം, ഘടവും അറിയാം, പക്ഷെ ഘടം എവിടെയാണ് അല്ലെങ്കിൽ ഭൂതലത്തിൽ എന്തുണ്ട് എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അപ്പൊ ആ ഭൂതലത്തിനും ഘടത്തിനും തമ്മിലുള്ള സംബന്ധമാണ് ആ വാക്യം പുതിയതായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ ദേവദത്തോ ഗ്രാമം ഗച്ഛതി. ദേവദത്തനെ അറിയാം, ഗ്രാമത്തെയും അറിയാം, ഗമനക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അറിയാം. പക്ഷേ ദേവദത്തൻ ഗമനക്രിയയെ കൊണ്ട് ഗ്രാമത്തോട് സംബന്ധിക്കാൻ അല്ലെങ്കിൽ ഗ്രാമത്തോട് സംബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു. ആ സംബന്ധം ആ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്നു, സംയോഗം എന്ന സംബന്ധം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നിങ്ങനെ ഈ അർത്ഥം വാക്യത്തിൽ നിന്നാണ് കിട്ടുക. അപ്പൊ പുതിയതായിട്ട് അറിയുന്നത് എന്താണ് എപ്പോഴും വാക്യത്തിൽ നിന്ന്? അന്വയ. അന്വയ എന്ന് പറഞ്ഞാൽ എന്താണ്? സംബന്ധ. അപ്പോ വാക്യാർത്ഥജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ കാരികയിൽ അസന്നികൃഷ്ട വാക്യാർത്ഥജ്ഞാനം, മുൻപ് അറിയാത്ത പദാർത്ഥങ്ങളുടെ സംബന്ധത്തെ നമ്മൾ അറിയുന്നു, അതാണ് ശാബ്ദബോധം. അപ്പൊ ഈ ശാബ്ദബോധത്തിന് കാരണം എന്താണ്? ഈ സംബന്ധത്തിന് കാരണം എന്താണ് എന്നാണ് അഭിഹിതാന്വയവാദികൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, തേനാത്ര പദാവഗതാഹ, പദത്തിൽ നിന്ന് അറിയപ്പെടുന്ന പദാർത്ഥാഹ ഏവ കരണം. നോക്കൂ, തേനാത്ര, അതുകൊണ്ട് ഇവിടെ ഈ പക്ഷത്തിൽ പദാവഗതാഹ, പദത്തിൽ നിന്ന് അറിയപ്പെട്ടിരിക്കുന്ന പദാർത്ഥാഹ, പദാർത്ഥങ്ങളാണ് കാരണം. ഈ പദാർത്ഥങ്ങളാണ് എന്തിലേർപ്പെടുന്നത്? മിഥോന്വയം യാന്തി, ഈ പദാർത്ഥങ്ങൾക്ക് തമ്മിലാണ് പിന്നീട് സംബന്ധം ഏർപ്പെടുന്നത് എന്നിങ്ങനെ. ഇത്യേവം അഭിഹിതാന്വയ സിദ്ധാന്ത ദർശിത അസ്മദാദീനാം എന്നിങ്ങനെ അഭിഹിതാന്വയവാദമാണ് ഞങ്ങൾക്ക് സമ്മതമായിരിക്കുന്നത് എന്നിങ്ങനെ. അപ്പോ അറിവിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളാണ് കാരണം, അതിനുശേഷം അവിടെ ശാബ്ദബോധം ഉണ്ടാകുന്നു എന്നിങ്ങനെ അഭിഹിതാന്വയവാദം. ഇനി അന്വിതാഭിധാനവാദം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് ഉത്തരമായിട്ട് പറയുകയാണ് അടുത്ത കാരികയിൽ. സകല പദാന്തര പൂർത്തൗ ഇതര പദാർത്ഥൈ സമന്വിതം സ്വാർത്ഥം സർവപദാനി വദന്തീത്യന്യേഷാം അന്വിതാഭിധാനമതം. പ്രഭാകരന്റെ അനുയായികൾ പ്രാഭാകരൻ, ഈ പ്രാഭാകരന്മാരുടെ മതം എന്താണ്? അന്വിതാഭിധാന മതമാണ് അവർക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ ആദ്യം പറയാം. അത് പറഞ്ഞതിന് ശേഷം ഈ കാരിക നമുക്ക് നോക്കാം. നോക്കൂ, സാധാരണഗതിക്ക് നമ്മൾ എങ്ങനെയാണ് പദാർത്ഥ സ്മരണത്തെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഭൂതലെ ഗാം ആനയ എന്ന് പറഞ്ഞാൽ
ഗോപദത്തിന് പശു എന്നർത്ഥം, ആനയ എന്നുള്ള പദത്തിന് ആനയന ക്രിയ എന്നർത്ഥം, എന്നിങ്ങനെ ഓരോ പദങ്ങൾക്കും ഓരോ അർത്ഥം. പക്ഷേ ഈ പ്രാഭാകരന്മാരുടെ സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് പദങ്ങളിൽ നിന്ന് ഒരു അർത്ഥോപസ്ഥിതി ഉണ്ടാകുമ്പോൾ എപ്പോഴും വേറെ ഒരു ക്രിയയോട് അന്വയിച്ചിരിക്കുന്ന അർത്ഥത്തെയാണ് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നോക്കൂ, ഗാം ആനയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയന ക്രിയയോട് സംബന്ധിയായിരിക്കുന്ന ഗൗഹു. ഗാം ബധാന, ബന്ധനക്രിയയോട് അന്വയിക്കുന്ന ഗൗഹു. അശ്വം ആനയ, ആനയന ക്രിയയോട് അന്വയിക്കുന്ന അശ്വം. ഘടോസ്തി, അസ്ഥിക്രിയയോട് അന്വയിക്കുന്ന ഘടം. ദേവദത്ത ഗ്രാമം ഗച്ഛതി, ഗമനക്രിയയോട് അന്വയിക്കുന്ന ദേവദത്തൻ. അപ്പൊ നോക്കൂ, എപ്പോഴും ഒരു വാക്യത്തിൽ ഘടകമായിരിക്കുന്ന ഒരു പദത്തിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ ആ സ്മരിക്കപ്പെടുന്ന വസ്തു എപ്പോഴും ക്രിയാൻവിതമായിട്ടാണ് അറിയുന്നത്, ക്രിയയോട് സംബന്ധിച്ചുകൊണ്ടാണ് അറിയുന്നത് എന്നാണ് അനുഭവം എന്ന് ആര് പറയുന്നു? പ്രാഭാകര മീമാംസകാഹ അവർ പറയുന്നു. അപ്പോൾ അവരുടെ സിദ്ധാന്തം എന്താണ്? ഓരോ പദത്തിനും ശക്തി പറയുന്ന സ്ഥലത്ത് പദത്തിനും അർത്ഥത്തിലും തമ്മിലുള്ള സംബന്ധത്തെയാണ് ശക്തി എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ പ്രാഭാകര മീമാംസകന്മാര് പറയുന്നത് എന്താണ്? പദത്തിന് അർത്ഥത്തിൽ ശക്തിയുണ്ട്, പക്ഷേ ആ അർത്ഥത്തിൽ മാത്രമല്ല ശക്തി, ഇതരാൻവിതേ ശക്തി, ഇതരാൻവിത സ്വാർത്ഥേ ശക്തി എന്നാണ് പ്രാഭാകരന്മാര് പറയുന്നത്. വേറെ ഒരു വസ്തുവിനോട് അന്വയിക്കപ്പെട്ട അർത്ഥത്തിലാണ് പദത്തിന്റെ ശക്തി. കാരണം എപ്പോഴും നമ്മൾ ഒരു പദം കേൾക്കുമ്പോൾ ആ പദത്തിൽ നിന്നുള്ള അർത്ഥം എപ്പോഴും വേറെ ഒരു ക്രിയയോട് അന്വയിക്കപ്പെട്ടേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. എന്നതുകൊണ്ട് ഇതരാൻവിതമായിട്ടുള്ള ഇതരാൻവിത സ്വാർത്ഥേ ശക്തി എന്നാണ് അവരുടെ മതം. ഇത് ശക്തിഗ്രഹ വിഷയത്തിൽ ഒന്ന്. ഇനി രണ്ടാമത്തെ വിഷയം ഈ മതത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, മുൻപ് പറഞ്ഞ അഭിഹിതാന്വയവാദത്തിൽ ശാബ്ദബോധത്തിന് കരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് എന്തായിരുന്നു അവരുടെ ഉത്തരം? പദാർത്ഥ കരണം, അറിവിന് വിഷയമായിരിക്കുന്ന പദാർത്ഥമാണ് കരണം എന്നാണ് അവരുടെ മതം. പക്ഷേ ഈ അഭിഹിതാന്വയവാദികൾ എന്താണ് പറയുന്നത്? കരണം എന്താണ് എന്ന് ചോദിച്ചാൽ അറിവിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളല്ല, പിന്നെയോ പദജ്ഞാനമാണ് കരണം. നോക്കൂ, ആദ്യം ഉണ്ടാകുന്ന വസ്തു പദജ്ഞാനം ഏവ കരണം. പദജ്ഞാനത്തിന് ശേഷം പദാർത്ഥോപസ്ഥിതി ഉണ്ടാകുന്നുണ്ടല്ലോ, ആ ഉപസ്ഥിതി അല്ല കാരണം, പിന്നെയോ പദജ്ഞാനം തന്നെയാണ് കാരണം. കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ്. പ്രാഥമികമായിട്ട് നമ്മൾക്ക് ശാബ്ദബോധം ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മുടെ അനുഭവം എന്താണ്? ശബ്ദത്തിൽ നിന്നാണ് ഈ അറിവുണ്ടാകുന്നത്. ശബ്ദം കേട്ടിട്ട് എനിക്ക് ഈ ശാബ്ദബോധം ഉണ്ടാകുന്നു എന്നാണല്ലോ അനുഭവം. അപ്പൊ ഈ അനുഭവത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ശാബ്ദബോധത്തിന് കാരണമായിട്ട് പറയേണ്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പദജ്ഞാനമാണ്, അറിവിന് വിഷയമായിരിക്കുന്ന പദാർത്ഥങ്ങളല്ല എന്നിങ്ങനെ പറയണം എന്ന് അവരുടെ മതം. എന്നിങ്ങനെ രണ്ട് പക്ഷങ്ങളുണ്ട്. ഇതില് ഒരു ദോഷം ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ദോഷം നമുക്ക് നോക്കാം. ഇവിടെ ഒരു ദോഷം, പിന്നെ സമയത്തിനനുസരിച്ച് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ദോഷങ്ങൾ കൂടി ഉണ്ട്. 3 ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ദോഷം ഈ പ്രാഭാകര മീമാംസകന്മാരുടെ മുകളിൽ ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഗൗരവം എന്നുള്ള ഒരു ദോഷമാണ് പ്രാഭാകരനിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? നോക്കൂ, ശക്തിഗ്രഹം അവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അഭിഹിതാന്വയവാദികൾ പറഞ്ഞു പദത്തിന് എവിടെയാണ് ശക്തി? സ്വാർത്ഥേ ശക്തി. ഇത് ലഘുഭൂതമായിട്ടുള്ള പക്ഷമാണ്. കാരണം ശക്യാർത്ഥത്തിൽ ലാഘവമുണ്ട്, സ്വാർത്ഥം മാത്രമാണ് ശക്യമായിട്ടുള്ളത്. പക്ഷെ അവരെവിടെയാണ് ശക്തി പറഞ്ഞിരിക്കുന്നത്? ഇതരാൻവിത സ്വാർത്ഥേ ശക്തി. അപ്പൊ വിശിഷ്ടമായിട്ടുള്ളൊരു പദാർത്ഥത്തിലാണ് ശക്തി. അപ്പൊ നമുക്ക് എത്രയും ആ ബുദ്ധിക്ക് ലാഘവം കൊടുക്കാൻ പറ്റുമോ അത്രയും ലാഘവം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുക്കണം.
അതുകൊണ്ട് തന്നെ അഭിഹിതാന്വയവാദികൾ എന്ത് ചെയ്യുന്നു? ആ ശക്യമാകുന്ന സ്വരൂപത്തിൽ ആ ഇതരാൻവിധം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് സ്വാർത്ഥേ ശക്തി എന്ന് മാത്രമേ പറയാറുള്ളൂ. സ്വം എന്ന് പറഞ്ഞാൽ പദം, പദത്തിന്റെ അർത്ഥ സ്വാർത്ഥ, സ്വസ്യ അർത്ഥ സ്വാർത്ഥ, പദാർത്ഥ പദാർത്ഥേ ശക്തി എന്നിങ്ങനെ ഭാട്ടന്മാരുടെ മതം. പക്ഷെ ഇവര് പറയുന്നു ഇതരാൻവിധ സ്വാർത്ഥേ ശക്തി എന്നിങ്ങനെ. അപ്പൊ സ്വാർത്ഥേ ശക്തി എന്നുള്ള പക്ഷത്തിൽ നിന്ന് ഇതരാൻവിധ സ്വാർത്ഥേ ശക്തി എന്നിങ്ങനെ ഈ പക്ഷത്തിൽ ശക്തിജ്ഞാനത്തിൽ ഗൗരവമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പക്ഷം ത്യജിക്കണം എന്നിങ്ങനെ ഗൗരവം എന്നുള്ള ദോഷം പറഞ്ഞിട്ട് മാനമേയോദയകാരൻ ആ പക്ഷത്തെ ഖണ്ഡിക്കുന്നത്, പൂർവപക്ഷത്തെ ഖണ്ഡിക്കുന്നുണ്ട്. അത് ഈ കാരികയിൽ പറഞ്ഞിട്ടില്ല, കാരികയുടെ വ്യാഖ്യാനത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. എന്തായാലും കാരികാർത്ഥം കൂടി നോക്കാം. സകല പദാന്തര പൂർത്തൗ ഇതര പദാർത്ഥൈ സമന്വിതം സ്വാർത്ഥം. നോക്കൂ, എല്ലാ പദവും കേട്ടതിന് ശേഷം, വാക്യോച്ചാരണത്തിന് ശേഷം വേറെ പദാർത്ഥൈ ഇതര പദാർത്ഥൈ ആനയനാദി ക്രിയയോട് കൂട്ടിയിട്ട് സമന്വിതമായിരിക്കുന്ന സ്വാർത്ഥത്തെ പറയുന്നു. എന്ത്? സർവപദാനി, സർവാണി പദാനി, എല്ലാ പദങ്ങളും. ദേവദത്തോ ഗ്രാമം ഗച്ഛതി എന്നുള്ള വാക്യം കേട്ടതിന് ശേഷം ആ വാക്യത്തിലുള്ള ഓരോ പദങ്ങളും വേറെ ഒരു അർത്ഥത്തോട് അന്വയിച്ചതിന് ശേഷം തന്റെ അർത്ഥങ്ങളെ അവിടെ പ്രതിപാദിക്കുന്നു എന്നിങ്ങനെ വദന്തീതി അന്യേഷാം പ്രാഭാകരാണാം അന്വിതാഭിധാന മതം എന്നിങ്ങനെ അന്വിതാഭിധാന മതമുണ്ട്. അപ്പൊ അന്വിതാഭിധാന മതം പരേഷാം പ്രാഭാകരാണാം അസ്മാകം ഭാട്ടാനാം തു അഭിഹിതാന്വയവാദ എന്നിങ്ങനെ അറിയണം. അതിൽ അന്വിതാഭിധാന മതത്തിൽ ഗൗരവം എന്നുള്ള ദോഷമുണ്ട്, അതുകൊണ്ട് ആ പക്ഷം ത്യജിക്കണം എന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ട് ദോഷങ്ങൾ കൂടി ഉണ്ട്. അത് നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് വേറെ രണ്ട് ദോഷങ്ങളും കൂടി പറയാം, അല്ലെങ്കിൽ ഒരു ദോഷം കൂടി ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കാം. ഒരു ദോഷം കൂടി ഇവിടെ അഭിഹിതാന്വയവാദി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ, ഇവിടെ ശക്തി കൽപ്പന ഗൗരവം വീണ്ടും ഒരു രീതിയിൽ അദ്ദേഹം ഉപവാദിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ട് ഒരു വൈഷമ്യം കൂടി പറയാനുണ്ട്. അതായത് അഭിഹിതാന്വയവാദത്തിൽ നോക്കൂ, അഭിഹിതാന്വയവാദത്തിൽ ഈ പദത്തിനും പദാർത്ഥത്തിനും തമ്മിൽ ശക്തി കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സിദ്ധാന്തം. പദാർത്ഥത്തിലാണ് ശക്തി കൽപ്പിക്കുന്നത് അഭിഹിതാന്വയവാദത്തിൽ. അതായത് ആദ്യം പദം കേട്ടതിന് ശേഷം പദാർത്ഥോപസ്ഥിതി ഉണ്ടാകുന്നു, പദാർത്ഥോപസ്ഥിതിക്ക് ശേഷം ശാബ്ദബോധം ഉണ്ടാകുന്നു എന്നാണല്ലോ ക്രമം. ഈ അഭിഹിതാന്വയവാദികൾ ശക്തി കൽപ്പിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പദാർത്ഥ ശക്തി കൽപ്പന, പദാർത്ഥത്തിന് ശക്തി കൽപ്പിക്കുന്നുണ്ട്. ഇവരാണെങ്കിലോ പദശക്തിയാണ് കൽപ്പിക്കുന്നത്, പദേ ശക്തി നതു പദാർത്ഥേ ശക്തി. ഇത് അനുഭവത്തിനനുസരിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ കൽപ്പനം ചെയ്യുന്നത്. പദാർത്ഥങ്ങൾ ഉപസ്ഥിതമായതിനു ശേഷം ആ പദാർത്ഥങ്ങൾ ശാബ്ദബോധത്തെ ഉണ്ടാക്കുന്നു എന്നിങ്ങനെ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നത് കൊണ്ട് പദാർത്ഥേ ശക്തി കൽപ്പന. ഇതില് ഈ പക്ഷത്തിൽ ലാഘവമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണ് നോക്കൂ, പദശക്തിയിൽ ഒരു ഗൗരവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഗമനം എന്നുള്ള ക്രിയയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അനവധി പദങ്ങൾ ഉണ്ടാവാം. ഗച്ഛതി എന്നിങ്ങനെ, അല്ലെങ്കിൽ വേറെയും ഈ ഗത്യർത്ഥകമായിരിക്കുന്ന പല ധാതുക്കളും ഉണ്ടാവാം. അപ്പൊ പദശക്തിയാണ് കൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഗമനം എന്നുള്ള ക്രിയ ഓരോ വാക്യങ്ങളിൽ നിന്നും, അപ്പൊ ഈ ഗച്ഛതി എന്നുള്ള പദമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും പദമായിക്കോട്ടെ, എന്താണെങ്കിലും ഇവിടെ നമുക്ക് പദാർത്ഥ സ്മൃതി പറയുന്ന സമയത്ത് ഈ എല്ലാ പദങ്ങൾക്കും നമുക്ക് ശക്തി പറയേണ്ടതായിട്ട് വരുന്നു ഗമനക്രിയയിൽ എന്നിങ്ങനെ സ്ഥിതി. അപ്പോ ഈ ഓരോ പദങ്ങൾക്കും നിങ്ങൾക്ക് ശക്തി കൽപ്പിക്കണം, ഓരോ പദങ്ങളിലും നിങ്ങൾക്ക് ശക്തി കൽപ്പിക്കണം എന്നൊരു സ്ഥിതി. അതിപ്പോ ഗച്ഛതി എന്നുള്ള പദമായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു പദമായിക്കോട്ടെ, എല്ലാ പദങ്ങളിലും നിങ്ങൾക്ക് ഈ ഗമനക്രിയ ഉപസ്ഥിതമാകാൻ ശക്തി കൽപ്പിക്കണം, പദശക്തി പക്ഷമാണ് എന്നുണ്ടെങ്കിൽ.
പക്ഷേ ഞങ്ങളുടെ പദാർത്ഥ ശക്തി എന്നുള്ള ഈ പക്ഷമാണ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ലാഘവമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പദാർത്ഥം എന്നുള്ളത് ഒന്നാണ്, ഗമനക്രിയ. അത് ഏത് ധാതുവോ ആയിക്കോട്ടെ, അതിപ്പോ ഗമ്ല ധാതുവോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ധാതുവോ ആയിക്കോട്ടെ, ഗത്യർത്ഥക ഗമനം എന്നുള്ള ക്രിയയ്ക്ക് കുറിക്കുന്ന ഏത് പദമോ ആയിക്കോട്ടെ, എല്ലാ പദങ്ങളെയും ഉപസ്ഥിതമാക്കുന്ന ഗമനക്രിയ എന്നുള്ള ഒരു ക്രിയാവിശേഷം ഒരു ക്രിയയാണല്ലോ. അപ്പൊ ഈ ക്രിയ എന്നുള്ള പദം ഒന്നാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒറ്റ ക്രിയയിൽ ശക്തി കൽപ്പിച്ചാൽ മതി. അർത്ഥശക്തി കൽപ്പന പക്ഷേ. അപ്പൊ അഭിഹിതാന്വയവാദത്തിൽ അർത്ഥത്തിൽ ശക്തി കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അൻവിതാഭിധാനവാദത്തിൽ പദശക്തിയാണ് കൽപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, പദശക്തിയെ വെച്ചിട്ട് പദാർത്ഥ ശക്തിയാണ് ലഘീയസി ലഘുഭൂതമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കൽപ്പിക്കുന്നതാണ് ഉചിതം എന്നിങ്ങനെ രണ്ടാമതൊരു പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത്, മാനമേകതകാരൻ പറഞ്ഞിരിക്കുന്നത്, കിഞ്ച പദശക്തിതഃ പദാർത്ഥശക്തിരേവ ലഘീയസി തഥാ ഖലു ഗമനരൂപസ്യ ഏകസ്യൈവ അർത്ഥസ്യ ഒരർത്ഥം അന്വയബോധകത്വേ കൽപ്പിതേ ഗമനപര്യായാണാം അന്വേഷാമപ്യന്വയ സിദ്ധ്യതി എന്നിങ്ങനെ. അപ്പോ ഒറ്റ ഗമനക്രിയയിൽ നമ്മൾ ശക്തി കൽപ്പിച്ചു കഴിഞ്ഞാൽ ഗമനം എന്നുള്ള ക്രിയയെ കുറിക്കുന്ന പര്യായവാചകങ്ങളായിട്ടുള്ള എന്തെല്ലാം ശബ്ദങ്ങളുണ്ടോ ആ ശബ്ദങ്ങളിൽ നിന്ന് എല്ലാത്തിലും ഒറ്റ ശക്തി കൊണ്ട് തന്നെ നമുക്ക് ഗമനക്രിയയെ ഉപസ്ഥാപിപ്പിക്കാൻ പറ്റും. പദശക്തൗ ഗമനാർത്ഥാനാം അനന്താനാം പദാനാം ശക്തി കൽപ്പനീയ. ഈ പദശക്തിയാണ് കൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗമനം എന്നുള്ള അർത്ഥത്തെ കുറിക്കുന്ന അനവധി പദങ്ങൾ സംസ്കൃതത്തിലോ ഭാഷകളിലോ ഉണ്ടാവാം. അപ്പൊ ഈ ഓരോ പദങ്ങളിലും നമുക്ക് ശക്തി കൽപ്പിക്കേണ്ടതായിട്ട് വരും എന്നിങ്ങനെ ഒരു ദോഷം പറഞ്ഞിട്ട് പ്രാഭാകര മതഖണ്ഡനം, ഗൗരവം എന്നുള്ള ദോഷം, രണ്ട് രീതിയിലും ഗൗരവ ദോഷമുണ്ട്. ഇതരാൻവിത സ്വാർത്ഥേ ശക്തി കൽപ്യതേ എന്നുള്ള പക്ഷത്തിലും ഗൗരവമുണ്ട്. പദശക്തി കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഗൗരവമുണ്ട് എന്നിങ്ങനെ രണ്ട് തരത്തിലും ഗൗരവം പറഞ്ഞിട്ട് ആ പക്ഷം ഖണ്ഡിച്ചിരിക്കുന്നു. എന്നിങ്ങനെ അഭിഹിതാന്വയവാദവും അന്വിതാഭിധാനവാദവും എന്നിങ്ങനെ രണ്ട് പക്ഷങ്ങൾ. ഇനി ഇതിനു ശേഷം ഗ്രന്ഥകാരൻ എന്നിങ്ങനെ രണ്ട് പക്ഷങ്ങളെയും പറഞ്ഞതിന് ശേഷം ശാബ്ദബോധത്തിന് കാരണീഭൂതമായിട്ടുള്ള ആകാംക്ഷ, യോഗ്യത, സന്നിധി ഈ മൂന്നെണ്ണത്തിനെയും ഇതിനു ശേഷം പ്രതിപാദിച്ചിരിക്കുന്നു കാരികകളിൽ. നോക്കാം. അത്ര ആകാംക്ഷാച്ച യോഗ്യത്വം സന്നിധിശ്ച ഇതി തത് ത്രയം വാക്യാർത്ഥ അവഗമൈഃ സർവൈഃ കാരണത്വേന കൽപ്യത്തെ എന്നിങ്ങനെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാക്യാർത്ഥ അവഗമനത്തിന് വേണ്ടിയിട്ട്, വാക്യാർത്ഥത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മൂന്ന് കാരണത്വേന മൂന്ന് പദാർത്ഥങ്ങളെ തീർച്ചയായിട്ടും കൽപ്പിക്കണം. എന്തൊക്കെയാണത്? ആകാംക്ഷ, യോഗ്യത, സന്നിധി ഇതി തത് ത്രയം. ഇത് മൂന്നെണ്ണവും എന്നിങ്ങനെ. എന്താണ് ഇതൊക്കെ? ആകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? സന്നിധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കണം. ഗൗരശ്വ പുരുഷോ ഹസ്തീതി ആകാംക്ഷാരഹിതേഷ്വ്യഃ അന്വയാദർശനാത് താവത് ആകാംക്ഷ പരിഗൃഹ്യതേ എന്നിങ്ങനെ. ആദ്യം ആകാംക്ഷ നോക്കൂ. പരസ്പരം ആകാംക്ഷ ഇല്ലാത്ത പദം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ പദസമൂഹമാകുന്ന വാക്യത്തിൽ നിന്ന് ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾക്ക് അനുഭവമുണ്ട്. എന്താണ് ഉദാഹരണത്തിന് പറഞ്ഞിരിക്കുന്നത്? തർക്കസംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഉദാഹരണം തന്നെയാണ് ഈ ഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്നത്. ഗൗഹു അശ്വഃ പുരുഷഃ ഹസ്തി എന്നിങ്ങനെ ഒരു വാക്യം. പശു, കുതിര, പുരുഷൻ, ആന എന്നിങ്ങനെ 4 പദങ്ങൾ അടുപ്പിച്ച് ഉച്ചരിച്ചു. നോക്കൂ,
ഇങ്ങനെ ഒരു വാക്യം ഉച്ചരിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ആലോചിച്ച് നിൽക്കുക എന്നുള്ളതല്ലാണ്ട് ആ വ്യക്തിയുടെ വിവക്ഷയ്ക്കനുസരിച്ച് ഒരു ശാബ്ദബോധം ഇവിടെ ഉണ്ടാകുന്നില്ല. നോക്കൂ, പരസ്പരം അനാകാംക്ഷിതമായിട്ടുള്ള പദങ്ങൾ ഒരുമിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ശാബ്ദബോധം ഉണ്ടാവില്ല. ഞാൻ പറയാണ്, പുസ്തകം, മൊബൈല്, ലാപ്ടോപ്പ്, ഗൂഗിൾ മീറ്റ് എന്നിങ്ങനെ ഒരു 4-5 പദങ്ങൾ അടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ശാബ്ദബോധം ഉണ്ടാവില്ല. ശാബ്ദബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പദങ്ങൾക്ക് തമ്മില് പരസ്പരം സംബന്ധം ഉണ്ടായിരിക്കണം, പരസ്പരം ആകാംക്ഷ ഉണ്ടായിരിക്കണം. പരസ്പരം ആകാംക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വാക്യം ഒരു ശാബ്ദബോധം ഉണ്ടാക്കുന്നില്ല. അതായത് ദേവദത്ത ഗ്രാമം ഗച്ഛതി എന്നിങ്ങനെ അവിടെ ഒരു ക്രിയാപദമുണ്ട്, അവിടെ ഒരു കർത്തൃവാചകമായിട്ടുള്ള ശബ്ദമുണ്ട്, അവിടെ ഒരു കർമ്മവാചകമായിട്ടുള്ള ശബ്ദമുണ്ട്. അപ്പൊ ഈ കർത്താവും കർമ്മവും എല്ലാത്തിനും പരസ്പരം അന്വയമുണ്ട്. അങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് ആ വാക്യം ഒരു ശാബ്ദബോധത്തെ ഉണ്ടാക്കുന്നു. ദേവദത്തൻ ഗ്രാമത്തിലേക്ക് പോകുന്നു, ഗ്രാമ കർമ്മക ഗമനകർത്ത ദേവദത്ത എന്നിങ്ങനെ ഒരു ശാബ്ദബോധം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ പരസ്പരം ആകാംക്ഷ ഉള്ള വാക്യങ്ങളിലെ ശാബ്ദബോധം ഉണ്ടാകുന്നുള്ളൂ. ആകാംക്ഷ ഇല്ലാത്ത സ്ഥലത്ത് ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ശാബ്ദബോധത്തിന് ആകാംക്ഷ ഒരു കാരണമാണ് എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. രണ്ട് പദാർത്ഥങ്ങൾക്ക് തമ്മില് കാര്യകാരണഭാവം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അന്വയ സഹചാരവും വ്യതിരേക സഹചാരവും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ? ഈ ഘടം പ്രതി കപാലഃ കാരണം എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? കപാലസത്വേ ഘടസത്വം, കപാലാഭാവേ ഘടാഭാവ. കപാലം ഉണ്ട് എന്നുണ്ടെങ്കിലേ ഘടം ഉണ്ടാകുന്നുള്ളൂ, കപാലമില്ല എന്നുണ്ടെങ്കിൽ ഘടം ഉണ്ടാകുന്നില്ല. അപ്പൊ കപാലം ഉണ്ടെങ്കിലേ ഘടം ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? അന്വയ സഹചാരഃ എന്ന് പറയുന്നത്. കപാലം ഇല്ല എന്നുണ്ടെങ്കിൽ ഘടം ഉണ്ടാകുന്നില്ല എന്നുള്ളതോ എന്താണ് അതിന് പേര് പറയുന്നത്? വ്യതിരേക. അപ്പോ അന്വയ സഹചാരവും വ്യതിരേക സഹചാരവും ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കൾക്ക് തമ്മില് കാര്യകാരണഭാവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇവിടെയും ആകാംക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ശാബ്ദബോധം ഉണ്ടാകുന്നുള്ളൂ, ആകാംക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്നിങ്ങനെ കാര്യകാരണഭാവത്തിനാൽ ഈ ആകാംക്ഷ ശാബ്ദബോധത്തിന് കാരണമാണ് എന്നിങ്ങനെ മനസ്സിലാക്കാം. ഗൗഹു അശ്വഃ പുരുഷഃ ഹസ്തി ഇതി ആകാംക്ഷാരഹിതേഷു, ഇങ്ങനെയുള്ള ആകാംക്ഷാരഹിതമായിരിക്കുന്ന വാക്യത്തിൽ ഇഹ അന്വയ അദർശനാത്, ശാബ്ദബോധ അദർശനാത്, ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് താവതാകാംക്ഷ പരിഗൃഹ്യത്തെ, ആകാംക്ഷയെ നമ്മൾ പരിഗ്രഹിക്കുന്നു, സ്വീകരിക്കുന്നു. ഇതൊരു സ്വീകരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ആകാംക്ഷ ശാബ്ദബോധത്തിന് കാരണമാണ്. ഇനി രണ്ടാമത്തത്, അഗ്നിനാ സിഞ്ചതി ഇത്യാദൗ അയോഗ്യാനാം അനന്വയാത് യോഗ്യതാപി പരിഗ്രാഹ്യ സന്നിധി സ്വഥ കഥ്യതേ. ഇനി നോക്കൂ, രണ്ടാമത്തത് എന്താണ്? യോഗ്യത. യോഗ്യതയും വേണം. എന്തിന്? ശാബ്ദബോധത്തിന് കാരണമായിട്ട് നമ്മൾ അംഗീകരിക്കണം. അതിന് ഉദാഹരണമായിട്ടുള്ള വാക്യം, അതിന് എന്താണ് ഉദാഹരണം എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, അഗ്നിനാ സിഞ്ചതി എന്നൊരു വാക്യം നോക്കൂ. സിഞ്ചതി എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നു എന്നർത്ഥം. ജലസംയോഗ, സേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സേചനം, നനയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസംയോഗാനുകൂല വ്യാപാര സേചനം. ജലത്തിന്റെ സംയോഗം ഒരു വസ്തുവിൽ ഏർപ്പെടണം എന്നിങ്ങനെ ചികീർഷ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് സേചനക്രിയ എന്ന് പറയുന്നത്, നനയ്ക്ക എന്നർത്ഥം. അപ്പൊ ഈ സേചനക്രിയ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അഗ്നി കൊണ്ട് നനയ്ക്കുന്നു എന്ന്. നോക്കൂ, ഈ വാക്യത്തിൽ നിന്ന് ശാബ്ദബോധം ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ഈ വാക്യത്തിൽ നിന്ന് വിവക്ഷിച്ചിരിക്കുന്ന അർത്ഥം, വാക്യാർത്ഥം, ഇത് ബാധിതമാണ്. ബാധിത അർത്ഥം, ബാധമുണ്ട്.
ബാധമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല. അതായത് യോഗ്യത ഇല്ല എന്നർത്ഥം. യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥ അബാധ യോഗ്യത. അർത്ഥം ബാധിക്കാണ്ടിരുന്നാൽ ആ വാക്യത്തിന് യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ വാക്യത്തിലുള്ള അർത്ഥം ബാധിക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ബാധം എന്ന് പറഞ്ഞാൽ? ബാധോ നാമ കഹ എന്ന് ചോദിച്ചാൽ പ്രമാണേന അഭാവനിശ്ചയ ബാധ. ഒരു പ്രമാണം കൊണ്ട് ഒരു വസ്തുവിന്റെ അഭാവത്തെ നിശ്ചയിക്കുമ്പോൾ അതിനെ ബാധം എന്ന് പറയുന്നു. പ്രമാണം കൊണ്ട് അഭാവത്തെ നിശ്ചയിക്കുക. നോക്കൂ, ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് എന്താണ് വിവക്ഷിച്ചിരിക്കുന്നത്? അഗ്നിനാ സിഞ്ചതി എന്ന് പറഞ്ഞാൽ ആ വിവക്ഷിക്കുന്ന വ്യക്തിയുടെ ആശയം എന്താണ്? സേചന കരണത്വം ഉണ്ട്. സേചനക്രിയാം പ്രതി കരണം അഗ്നി, സേചന കരണത്വം അഗ്നൗ വർത്തതെ എന്നാണല്ലോ ആ വ്യക്തി വിവക്ഷിച്ചിരിക്കുന്നത്. ഈ അർത്ഥം ശരിയല്ല. കാരണം എന്താണ്? അഗ്നിയിൽ സേചന കരണത്വം ഇല്ല. കാരണം അഗ്നി കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, വെള്ളം കൊണ്ടേ നനയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പ്രമാണം കൊണ്ട് അറിയാം. അപ്പൊ അഗ്നിയിൽ സേചന കരണത്വം ഇല്ല, അഗ്നിയിൽ സേചന കരണത്വ ഭാവ അസ്തി എന്നാണ് നമുക്ക് അറിയുന്നത് എന്നതുകൊണ്ട് ഇവിടെ സേചന കരണത്വം എന്നുള്ള അർത്ഥത്തിന്റെ അഭാവത്തെ അഗ്നിയിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അഗ്നിനാ സിഞ്ചതി എന്നുള്ള വാക്യത്തിൽ എന്തില്ല? അർത്ഥ അബാധമില്ല. അർത്ഥം ബാധിക്കപ്പെടാണ്ടിരിക്കുന്നില്ല, പിന്നെയോ ബാധിക്കപ്പെടുന്നു. അപ്പൊ എന്തില്ല? യോഗ്യത ഇല്ല. യോഗ്യത ഇല്ല. അപ്പൊ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് എന്ത് ഉണ്ടാകുന്നില്ല? ഇവിടെ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല. അതാണ് പറയുന്നത് ഗ്രന്ഥകാരൻ കാരികയിൽ. അഗ്നിനാ സിഞ്ചതി ഇത്യാദൗ അയോഗ്യാനാം അനന്വയാത്. അയോഗ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾക്ക് തമ്മിൽ അവിടെ യോഗ്യത ഉണ്ടാകുന്നില്ല. സേചനകരണത്വം എന്നുള്ള അർത്ഥം അഗ്നി എന്നുള്ള അർത്ഥത്തിലേക്ക് അന്വയിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അനന്വയം ഉണ്ടാകുന്നു. അതഃ യോഗ്യത അപി പരിഗ്രാഹ്യ. അതുകൊണ്ട് യോഗ്യതയെയും നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? കരണമാണ്. ശാബ്ദബോധത്തിന് യോഗ്യതയും കരണമാണ് എന്ന് നമ്മൾ സ്വീകരിക്കണം. തീർച്ചയായിട്ടും. സന്നിധി കഥ്യതേ എന്ന് മൂന്നാമത്തേത്. സന്നിധിയും കാരണമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. അതായത് സാന്നിധ്യം അല്ലെങ്കിൽ സന്നിധി എന്നും പറയാറുണ്ട്, സാന്നിധ്യം എന്നും പറയാറുണ്ട്. ഈ സാന്നിധ്യവും ശാബ്ദബോധത്തിന് കാരണമാണ് എന്ന് അംഗീകരിക്കണം. ഇതിന് ഇവിടെ വ്യാഖ്യാനം കുറച്ച് നോക്കാവുന്നതാണ്. ഇവിടെ വ്യാഖ്യാനത്തിൽ സന്നിധി ലക്ഷണം എന്താണ് ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശബ്ദൈഹി സന്നിഹിതത്വേന ബോധിതത്വം ഹി പദാർത്ഥാനാം സന്നിധിരിത്യുച്യതേ എന്നിങ്ങനെ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുണ്ട്. ശബ്ദങ്ങളാൽ സന്നിഹിതത്വേന ബോധിതത്വം. ബോധിതത്വം എന്ന് പറഞ്ഞാൽ ബോധിക്കപ്പെടുക എന്നുള്ളത്. ശബ്ദങ്ങളാൽ എന്താണ് ബോധിക്കപ്പെടുന്നത്? പദാർത്ഥങ്ങളാണ് ബോധിക്കപ്പെടുന്നത്. എങ്ങനെ? സന്നിഹിതത്വേന. സാന്നിധ്യം ഈ ശബ്ദങ്ങളാൽ ബോധിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾക്ക് എന്ത് വേണം? വിളംബം പാടില്ല. വൈകാണ്ട് ഇത് ബോധിക്കപ്പെടണം. വൈകലില്ല. അതായത് വിളംബം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല. സന്നിഹിതത്വം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നർത്ഥം. ശബ്ദത്തിനാൽ ഉപസ്ഥിതമാകുന്ന പദാർത്ഥങ്ങൾ അടുത്തടുത്തുണ്ടാകണം. അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സന്നിധി ഇല്ല. സന്നിധി ഇല്ല എന്നുണ്ടെങ്കിൽ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഇത് വീണ്ടും ഉദാഹരണം കൊണ്ട് കുറച്ചും കൂടി സ്പഷ്ടമാവും. അതായത് നോക്കൂ, ഇവിടെ സന്നിധി ഉണ്ടാവാണ്ടിരിക്കാൻ രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകുക. സന്നിധി ഉണ്ടാവാണ്ടിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് സന്നിഹിതത്വാഭാവാ. ഇത് ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നതാണ്. സന്നിഹിതത്വാഭാവാ സന്നിധ്യഭാവ, ശബ്ദബോധിതത്വാഭാവാ സന്നിധ്യഭാവ എന്നിങ്ങനെ.
രണ്ട് പക്ഷങ്ങളാണ് സ്വീകരിക്കുന്നത്. പദങ്ങളാൽ പദാർത്ഥങ്ങൾ ഉപസ്ഥിതമായി, പക്ഷെ ഉപസ്ഥിതമാകുന്ന പദാർത്ഥങ്ങൾക്ക് തമ്മിൽ സന്നിഹിതത്വം ഇല്ല എന്നുണ്ടെങ്കിൽ സന്നിധി ഇല്ല എന്നൊരു അംശം. ഇനി അതല്ല, പദങ്ങളാൽ തന്നെ എന്നുണ്ടെങ്കിലും ഇവിടെ ശാബ്ദബോധം ഉണ്ടാകില്ല, സന്നിധി ഇല്ലാത്തത് കൊണ്ട് ശാബ്ദബോധം ഉണ്ടാകില്ല എന്നിങ്ങനെ. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ഇത് ഇനിയും സ്പഷ്ടമാണ്. ദ്വേധാ സന്നിധ്യഭാവ ഉച്ചത്, രണ്ട് തരത്തിൽ സന്നിധിയുടെ അഭാവം വന്നു ചേരാം. അതിനൊരു ഉദാഹരണമാണ് ഒന്ന്, ഒരു വ്യക്തി ഗാം ആനയ, അതായത് പശുവിനെ അവിടുന്ന് കെട്ടിക്കൊണ്ടുവരണം എന്ന്, അല്ലെങ്കിൽ പുസ്തകം എടുക്കുക, പശുവിനോട്ടുള്ളൂ പുസ്തകം എടുത്തു കൊണ്ടുവരൂ എന്നിങ്ങനെ കുട്ടിയോട് ഒരു അധ്യാപകനോ ആരോ പറയുകയാണ്. ആ പുസ്തകം എടുത്തു കൊണ്ടുവരൂ എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? വ്യക്തി രാവിലെ ഒരു 9 മണിക്ക് പുസ്തകം എന്നൊരു പദം പ്രയോഗിച്ചു. പിന്നീട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തു കൊണ്ടുവരൂ എന്ന വാക്യം പ്രയോഗിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് പുസ്തകാനയനം എന്നാൽ ചെയ്യപ്പെടണം എന്ന് ഈ വ്യക്തി വിവക്ഷിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഈ വ്യക്തി മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി എന്ത് ചെയ്യുന്നില്ല? പുസ്തകാനയനത്തെ ചെയ്യുന്നില്ല. അപ്പൊ നോക്കൂ, ശബ്ദത്തെ ഉച്ചരിച്ചോ എന്ന് ചോദിച്ചാൽ ശബ്ദത്തെ ഉച്ചരിച്ചു, പുസ്തകം എന്നുച്ചരിച്ചു വ്യക്തി, എടുത്തുകൊണ്ടുവരൂ എന്നും ഉച്ചരിച്ചു. അപ്പൊ ഓരോ ശബ്ദവും പ്രയോഗിച്ചു, ആ ശബ്ദത്തിൽ നിന്ന് പദാർത്ഥങ്ങൾ ഉപസ്ഥിതമായി. എന്നാൽ പോലും നോക്കൂ, ഇപ്പൊ ഇവിടെ ബാക്കിയുള്ള കാരണങ്ങളുണ്ട്, ആകാംക്ഷയുണ്ട്, ഈ പദങ്ങൾക്ക് തമ്മിൽ യോഗ്യതയുമുണ്ട്, പക്ഷെ എന്തില്ല? സന്നിധി ഇല്ല. കാരണം എന്താണ് സന്നിധി ഇല്ലാത്തത്? സന്നിഹിതത്വമില്ല. ശബ്ദങ്ങളാൽ അർത്ഥങ്ങൾ ഉപസ്ഥിതമായി എന്നുണ്ടെങ്കിൽ പോലും ഈ ഉപസ്ഥിതമാകുന്ന അർത്ഥം വിളംബിതോപസ്ഥിതികമാണ്, വിളംബേനയാണ്, വിളംബം വൈകിട്ടാണ് ഇത് രണ്ടും ഉപസ്ഥിതമായത്, ബുദ്ധിക്ക് വിഷയമായത് എന്നുള്ളത് കൊണ്ട് ഈ ഉപസ്ഥിതമായിരിക്കുന്ന, അല്ലെങ്കിൽ ഉപസ്ഥിതം എന്ന് പറഞ്ഞാൽ സ്മൃതം, ഓർക്കപ്പെട്ടത് എന്നർത്ഥം. ഉപസ്ഥിതം എന്ന് പറഞ്ഞാൽ ഓർക്കപ്പെട്ടത്, സ്മരിക്കപ്പെട്ടത്, ഓർമ്മയ്ക്ക് വിഷയമായത്. ഓർമ്മയ്ക്ക് വിഷയമായ ഈ രണ്ടർത്ഥങ്ങളും വിളംബേന, വൈകിട്ടാണ് ഓർമ്മയ്ക്ക് വിഷയമായത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സന്നിഹിതത്വാഭാവാത് ശാബ്ദബോധാഭാവ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇത്. അപ്പോ ഒരു ശാബ്ദബോധത്തെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പദങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കപ്പെട്ട പദങ്ങൾക്ക് തമ്മിൽ വിളംബമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പദങ്ങളാൽ ഉപസ്ഥിതമാകുന്ന അർത്ഥങ്ങൾക്കും പരസ്പരം സന്നിഹിതത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്ന ഒരു സന്ദർഭങ്ങളിൽ. ഇനി വേറെ ഒരു സന്ദർഭത്തിൽ നോക്കൂ, പദം തന്നെ ഉച്ചരിച്ചില്ല എന്നുണ്ടെങ്കിലും ശാബ്ദബോധം ഉണ്ടാവില്ല. നോക്കൂ, ഗാം ബധാന എന്നൊരു വാക്യം പ്രയോഗിച്ചു. ഈ വാക്യം പ്രയോഗിക്കുന്ന സമയത്ത് ഈ വാക്യത്തെ കേൾക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? അശ്വത്തെ, കുതിരയെ കാണുന്നു. കുതിരയെ കാണുന്നുണ്ട്. അപ്പൊ കുതിരയെ കാണുന്നുണ്ട് ഈ വ്യക്തി. ഈ കുതിരയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയോട് എന്ത് പറയുന്നു? ഗാം ബധാന എന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന വ്യക്തിയും എന്താണ് ഉദ്ദേശിക്കുന്നത്? അശ്വമാനയ എന്നാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞു പോയ വാക്യം ഗാം എന്നായി എന്ന് ചിന്തിക്കുക. ഈ വ്യക്തി രണ്ടുപേരും കുതിരയെ കാണുന്നുണ്ട്. കുതിരയെ കെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗാം ബധാന എന്നുള്ള വാക്യം ഉച്ചരിക്കുന്നുണ്ട്. അപ്പൊ ഈ വാക്യം കേൾക്കുന്ന വ്യക്തിക്ക് അശ്വത്തിന്റെ ശാബ്ദബോധമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്, അതായത് ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് വാക്യം പ്രയോഗിച്ചത്. അപ്പൊ നോക്കൂ, ഇവിടെ അർത്ഥം സന്നിഹിതമാണ്, അതായത് അടുത്തുണ്ട്, ബുദ്ധിക്ക് വിഷയമാണ്. കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണുകൊണ്ട്. അപ്പൊ കണ്ണുകൊണ്ട് ഈ അശ്വത്തെ കാണുമ്പോൾ ഈ അശ്വം എന്നുള്ള വസ്തു ഈ വ്യക്തിക്ക് ബുദ്ധിക്ക് വിഷയമാണ്. ആ ബധാന എന്നുള്ള പദം പ്രയോഗിച്ചു, അതുകൊണ്ട് അതും ഉപസ്ഥിതമാണ്. ഇപ്പൊ ഈ രണ്ട് പദങ്ങൾക്ക് തമ്മിൽ ആകാംക്ഷയുമുണ്ട്, യോഗ്യതയുമുണ്ട്.
കാരണം പരസ്പരം അന്വയിക്കുന്ന രണ്ടാണ്, അർത്ഥാബാധമില്ല, യോഗ്യതയുമുണ്ട്. പക്ഷേ അശ്വസ്യ ബന്ധനം ഞാൻ കുതിരയെ കെട്ടണം എന്നുള്ള ശാബ്ദബോധം ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? കുതിര കണ്ണിനാൽ കുതിരയെ കാണപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ കുതിരയെ കുറിക്കുന്ന പദം ഈ വ്യക്തി വാക്യത്തിൽ ഉച്ചരിച്ചില്ല. ഗാംബധാന എന്നാണ് ഈ വ്യക്തി പറഞ്ഞത്, അശ്വം ബധാന എന്ന് പറഞ്ഞില്ല. അപ്പൊ അശ്വം എന്നുള്ള വ്യക്തി വിശേഷം ഇവിടെ ബുദ്ധിക്ക് വിഷയമാണ് എന്നുണ്ടെങ്കിൽ പോലും അശ്വത്തിനും ബന്ധനക്രിയക്കും തമ്മിൽ ആകാംക്ഷയുണ്ട്, യോഗ്യതയുമുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ അശ്വവ്യക്തി ശബ്ദത്തിനാൽ ഉപസ്ഥിതമല്ല എന്നുള്ളത് കൊണ്ട് ഇതിന് സാന്നിധ്യമില്ല. അപ്പൊ ശബ്ദേന ബോധിതത്വം നാസ്തി, സന്നിഹിതത്വം അസ്തി, അടുത്തുണ്ട് ഇത്, പക്ഷേ സാന്നിധ്യമില്ല, പക്ഷെ ശബ്ദബോധിതത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് ശബ്ദൈഹി സന്നിഹിതത്വേന ബോധിതത്വം എന്നുള്ള ഈ സന്നിധി സ്വരൂപം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അശ്വ സംബന്ധിയായിട്ടുള്ള ഈ ശാബ്ദബോധം ഉണ്ടാവാത്തത് എന്നിങ്ങനെ ആ സ്ഥലത്തും സന്നിധി ഇല്ലാത്തത് കൊണ്ട് ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്നിങ്ങനെ നിയമം. ഇനി ഇവിടെയും പ്രസംഗേണ ഗുരുമതം, അതായത് പ്രാഭാകര മതം, ഈ പ്രഭാകരനെ ഗുരു എന്നും പ്രസിദ്ധി, ഗുരു എന്നുള്ള പദത്തെ കൊണ്ടും പ്രഭാകരനെ കുറിക്കുന്നു, അങ്ങനെ ഒരു പ്രസിദ്ധിയുണ്ട്. അപ്പൊ ഈ ഗുരുമതം അല്ലെങ്കിൽ പ്രാഭാകര മതം ഈ അവസരത്തിലും ഗ്രന്ഥകാരൻ ഖണ്ഡിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഈ ഗുരു പ്രാഭാകര മതം എന്താണ് എന്ന് ചോദിച്ചാൽ ശബ്ദൈഹി സന്നിഹിതത്വേന ഉപസ്ഥിതത്വം എന്നിങ്ങനെ, അല്ലെങ്കിൽ ശബ്ദൈഹി സന്നിഹിതത്വേന ബോധിതത്വം സാന്നിധ്യം സന്നിധി എന്നിങ്ങനെയുള്ള പക്ഷം ഈ ഗുരു പ്രാഭാകരൻ അംഗീകരിക്കുന്നില്ല. പിന്നെ ഈ പ്രാഭാകരന്റെ മതം എന്താണ് എന്ന് ചോദിച്ചാൽ ബുദ്ധി സന്നിധിരേവ സന്നിധി, ബുദ്ധിയിൽ സാന്നിധ്യം ഉണ്ടായാൽ മതി, ശബ്ദങ്ങൾക്ക് തമ്മിൽ സാന്നിധ്യം വേണ്ട, ബുദ്ധികൾക്ക് തമ്മിൽ മാത്രം സാന്നിധ്യം മതി എന്നാണ് പ്രാഭാകരന്റെ പക്ഷം. ഈ പ്രാഭാകര പക്ഷം ശരിയല്ല. കാരണം എന്താണ്? ഈ ബുദ്ധികൾക്ക് മാത്രം സന്നിധി മതി, ശബ്ദങ്ങൾക്ക് സന്നിധി വേണ്ട എന്ന് പ്രാഭാകര മതം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരു വ്യക്തി കുതിരയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് ഗാംബധാന എന്ന വാക്യം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കുതിരയെ കെട്ടുമായിരുന്നു എന്ന ആക്ഷേപം വന്നു ചേരും. കാരണം എന്താണ്? ഇപ്പോൾ ശബ്ദം കൊണ്ട് അർത്ഥങ്ങൾക്ക് തമ്മിൽ സാന്നിധ്യം വേണ്ട എന്ന് പറഞ്ഞു, വേണ്ട. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അശ്വത്തെ ഈ വ്യക്തി കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ഉണ്ട്. അപ്പോ അശ്വം എന്നുള്ള അർത്ഥം ഇപ്പൊ ബുദ്ധിക്ക് വിഷയമാണോ? ആണ്. ഈ അശ്വം എന്നുള്ള അർത്ഥം ബധാന എന്നുള്ള പദത്തോട് അന്വയിക്കാൻ സമർത്ഥമാണോ? ആണ്. അപ്പൊ എന്തുണ്ട്? ആകാംക്ഷയുണ്ട്. ഇനി അവിടെ അർത്ഥത്തിന് ബാധം എന്തെങ്കിലും ഉണ്ടോ? കൊണ്ടുവരാൻ പറ്റാത്ത ഒരു വസ്തു അല്ലല്ലോ ഈ കുതിര എന്ന് പറഞ്ഞാൽ. ഇപ്പോ ചന്ദ്രാനയനമാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ചന്ദ്രനെ നമുക്ക് കൈകൊണ്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ബാധം വന്നു ചേരാം. പക്ഷെ ഈ അശ്വം എന്നുള്ള വസ്തു നമുക്ക് കൈകൊണ്ട് പിടിച്ചു വരാൻ പറ്റുന്നതാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ബാധത്തിനും അവസരമില്ല. അപ്പൊ ആകാംക്ഷയുണ്ട്, യോഗ്യതയുമുണ്ട്, ബുദ്ധിക്ക് സാന്നിധ്യവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വാക്യം കേട്ടതിന് ശേഷം കുതിരയെ കൊണ്ടുവരണം എന്നിങ്ങനെ ശാബ്ദബോധം ആ വ്യക്തിക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഉണ്ടാകുന്നില്ല എന്ന് പറയണം. കാരണം എന്താണ്? ലോകത്ത് ഒരു വ്യക്തിയും ഗാംബധാന എന്ന വാക്യം കേട്ടതിന് ശേഷം കുതിരയെ കൊണ്ടുവരുന്നില്ല. ആ അർത്ഥത്തെ അതേപോലെ അറിഞ്ഞതിന് ശേഷം കുതിരയെ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഗാംബധാന എന്നുള്ള വാക്യം കേട്ടതിന് ശേഷം അശ്വാനയനത്തെ വാരണം ചെയ്യാൻ പറ്റില്ല. ആർക്ക്? പ്രഭാകരന്. കാരണം ബുദ്ധി സാന്നിധ്യം മാത്രം മതി അവിടെ പ്രവൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കൊണ്ട് പ്രാഭാകരനും എന്ത് അംഗീകരിക്കണം? ബുദ്ധി സാന്നിധ്യം മാത്രം പോരാ, ശബ്ദങ്ങൾക്ക് തമ്മിലും സാന്നിധ്യം വേണം. അതുകൊണ്ട് ശബ്ദത്തിനാൽ ഉപസ്ഥിതമായിരിക്കുന്ന പദാർത്ഥങ്ങൾ മാത്രമേ വേറൊരു അർത്ഥത്തിനോട് അന്വയം പ്രാപിക്കുന്നുള്ളൂ എന്ന് എന്തായാലും അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് ഈ പ്രാഭാകര മതം ഇവിടെ വീണ്ടും ദൂഷിക്കപ്പെടുന്നു ഈ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അഭീതാന്വയവാദവും അന്വിതാഭിധാനവാദവും പറഞ്ഞ സമയത്തും പ്രാഭാകര മതത്ത് ദൂഷണം പറഞ്ഞത് നമ്മൾ ഓർക്കണം. സന്നിധി പദാർത്ഥ സ്വരൂപം നിരൂപിച്ച സമയത്തും പ്രാഭാകര മത ദൂഷണം ചെയ്തിട്ടുണ്ട് ഗ്രന്ഥകാരൻ.
എന്നിങ്ങനെ സ്ഥിതം. എന്നിങ്ങനെ ആകാംക്ഷ, യോഗ്യത, സന്നിധി എന്നിങ്ങനെ മൂന്നെണ്ണവും ശാബ്ദബോധത്തിന് കാരണമാണ്. ഈ മൂന്നെണ്ണത്തിനും അന്വയ സഹചാരവും വ്യതിരേക സഹചാരവും ഉണ്ട്. ഇത് മൂന്നും ശാബ്ദബോധത്തിന് കാരണമാണ് എന്നിങ്ങനെ ക്ലിപ്തമായി. ഇനി എന്താണ്? തസ്മാത് അന്വയ സിദ്ധൗ. ഇതിനുശേഷം വേറൊരു വിഷയം കൂടിയുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ വിഷയം പറഞ്ഞിട്ട് വേണം അടുത്ത കാരികയ്ക്ക് അർത്ഥം പറയാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ സംഗതി കിട്ടില്ല. പ്രാഭാകരൻ പറയുകയാണ്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യം, ശബ്ദ സാന്നിധ്യം അംഗീകരിക്കാണ്ട് തന്നെ ഇതിനു മുൻപ് ഇപ്പറഞ്ഞ ദോഷണത്തിന് മുൻപ് മുകളിലായിട്ട് എന്താ പറയാ, പ്രാഭാകരൻ പറയുകയാണ്, അങ്ങനെയല്ല, ഇവിടെ താത്പര്യം അറിഞ്ഞാൽ ആ വ്യക്തിക്ക് പ്രവർത്തിക്കാമല്ലോ. അതായത് ഗാംബധാന എന്നുള്ള വാക്യം ഉച്ചരിച്ച വ്യക്തിക്ക് താത്പര്യം ഗവാനയം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അശ്വാനയനം എന്താണ് ആ വ്യക്തി ചെയ്യാത്തത് എന്ന് കൊണ്ട് ചോദിച്ചാൽ ആ വ്യക്തിക്ക് ആ അർത്ഥത്തിൽ താത്പര്യമില്ല എന്നുള്ളത് കൊണ്ട് വാരണം ചെയ്യാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പ്രാഭാകരൻ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണ്. ഇത് ശരിയല്ല. കാരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കൂ, യോഗ്യതയും ഇതേപോലെ വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വൻഹിന സിഞ്ചതി എന്നുള്ളിടത്ത് യോഗ്യത ഇല്ല, അതുകൊണ്ട് യോഗ്യത ഇല്ല എന്നുണ്ടെങ്കിലും ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്ന് പ്രാഭാകരനും അംഗീകരിക്കുന്നുണ്ട്, ഞാനും അംഗീകരിക്കുന്നുണ്ട്. അപ്പോ ആ സ്ഥലത്തും ഇതേപോലെ വൻഹിന സിഞ്ചതി എന്നുള്ള വാക്യത്തിൽ താത്പര്യമില്ലാത്തത് കൊണ്ട് അവിടെ ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. അപ്പോ ഈ താത്പര്യാഭാവാദേവ ശാബ്ദബോധ എന്ന യുക്തി പ്രഭാകരൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ പ്രഭാകരന് തന്നെ അത് പ്രതികൂലമായിട്ട് ഭവിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ യോഗ്യതാ സ്ഥലത്തും യോഗ്യത വേണ്ട, താത്പര്യാഭാവാദേവ തത്ര ശാബ്ദബോധാഭാവ വൻഹിന സിഞ്ചതി ഇത്യാദോ എന്നിങ്ങനെ പറഞ്ഞ് അവിടെ ശാബ്ദബോധം വാരണം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പ്രാഭാകരനാകുന്ന നീ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ യുക്തി പുറത്തെടുക്കരുത്. യോഗ്യത നമുക്ക് രണ്ടുപേർക്കും അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ എന്ത് പറയണം എന്ന് ചോദിച്ചാൽ തസ്മാദന്വയസിദ്ധൗ താത്പര്യം ന സ്വയം ക്വചിദ്ധേതുഹു സാമഗ്ര്യന്തരഭാവേ നിയമാർത്ഥം ത്വർത്ഥ്യതേ പുനസ്തദപി. ശാബ്ദബോധത്തിന് ഈ ശബ്ദ സാന്നിധ്യം പരിത്യജിച്ചിട്ട് താത്പര്യമാണ് കാരണം എന്നിങ്ങനെ നിനക്ക് പ്രാഭാകരന് പറയാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം താത്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമഗ്ര്യന്തരഭാവേ നിയമാർത്ഥം ത്വർത്ഥ്യതേ പുനസ്തദപി. നമ്മൾ ഈ താത്പര്യം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൽ യോഗ്യതയും ആകാംക്ഷയും സന്നിധിയും ഇത് മൂന്നുമുണ്ട്. ഈ മൂന്നുമുള്ള ഈ വാക്യം ഇങ്ങനെയും ശാബ്ദബോധത്തെ ഉണ്ടാക്കാം, ഇങ്ങനെയും ഉണ്ടാക്കാം എന്നുള്ള സന്ദേഹം വന്നു ചേരുമ്പോൾ ആ സന്ദേഹത്തെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താത്പര്യത്തെ ഉപയോഗിക്കാം. സൈന്ധവ മാനയ എന്നൊരു വ്യക്തി പറഞ്ഞു, ഈ വ്യക്തിയിൽ കുതിരയെ കൊണ്ടുവരണം എന്നും ഈ വാക്യത്തിന് താത്പര്യം പറയാം, ഉപ്പ് കൊണ്ടുവരണം എന്നും ശാബ്ദബോധം പറയാം എന്നിരിക്കെ വിനിഗമന ഒന്നും കിട്ടാണ്ടിരിക്കെ നമ്മൾ അവിടെ താത്പര്യത്തെ ഉപയോഗിക്കാം എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്നിധിയെ പരിത്യജിച്ചിട്ട് താത്പര്യത്തിന്റെ കാരണത്വം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശബ്ദസന്നിഹിതത്വവും തീർച്ചയായിട്ടും ശാബ്ദബോധത്തിന് കാരണമാണ് എന്ന് തീർച്ചയായിട്ടും പറയണം എന്നർത്ഥം. അതാണ് പറയുന്നത് സാമഗ്ര്യന്തരഭാവേ നിയമാർത്ഥം ത്വർത്ഥ്യത്തെ പുനഃ. നിയമത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ വാക്യം ഇങ്ങനെയുള്ള ശാബ്ദബോധം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഉച്ചരിച്ചത് എന്നിങ്ങനെ നിയമത്തെ, നിർണയത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് താത്പര്യത്തെ ഉപാദാനം ചെയ്യാം എന്നുണ്ടെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും ഇതേപോലെ നമുക്ക് താത്പര്യത്തെ എടുത്ത് അർത്ഥവർണ്ണനം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഏവം ഗത്യന്തരാഭാവാത് ഗുരുണാപി സമാശ്രിതഃ ശാബ്ദാനാമേവ സംസർഗഃ ഇത്യയം നിയമോധുന. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗുരുവിന്റെ മതം, പ്രഭാകരന്റെ മതം ഞാൻ ഖണ്ഡിച്ചു. അതുകൊണ്ട് വേറെ ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് ഗുരുണാപി, പ്രഭാകരനാൽ പോലും എന്ത് പ്രഭാകരനാൽ സ്വീകരിക്കണം? ശാബ്ദാനാമേവ സംസർഗഃ,
ശബ്ദത്തിൽ നിന്ന് ഉപസ്ഥിതമായിട്ടുള്ള പദാർത്ഥങ്ങൾക്ക് തമ്മിലുള്ള സംബന്ധം മാത്രമേ ശാബ്ദബോധത്തിൽ ഭാസിക്കുന്നുള്ളൂ, ശാബ്ദബോധത്തിന് വിഷയമായി തീരുന്നുള്ളൂ എന്നുള്ള നിയമം പ്രഭാകരനും അംഗീകരിക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് 2 ലാഭങ്ങൾ ഉണ്ടായി. ഇത്യയം നിയമോധുന, ഈ നിയമം സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ട് എന്തുണ്ടായി? തേന ദ്വേധോപകാരഃ നഹ നഹ അസ്മാകം ഭാട്ടാനാം ദ്വേധ ഉപകാരഃ, 2 ഉപകാരങ്ങൾ ഉണ്ടായി. പദത്താൽ ഉപസ്ഥിതമാകുന്ന സംബന്ധമേ ശാബ്ദബോധത്തിന് വിഷയമാകുന്നുള്ളൂ എന്നിങ്ങനെയുള്ള എന്റെ സിദ്ധാന്തം ഞാൻ ഇവിടെ സ്ഥാപിച്ചത് കൊണ്ട്, പ്രഭാകരന്റെ മതം ഖണ്ഡിച്ചത് കൊണ്ട് ഞാൻ ആകുന്ന ഭാട്ട പ്രസ്ഥാന അനുയായിക്ക് 2 ഉപകാരങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാണത്? മാനാന്തരാവബുദ്ധാനാം നാൻവയസ്യാത് ഇതി ഈദൃശഃ അന്യോപി ദ്വാരം ഇത്യാദൗ അധ്യാഹാരേ ഭവിഷ്യതി എന്നിങ്ങനെ 2 ഉപകാരങ്ങൾ. എന്താണ് ഒരു ഉപകാരം എന്ന് ചോദിച്ചാൽ, വേറെ ഒരു പ്രമാണം കൊണ്ട് ഉപസ്ഥിതമാകുന്ന അർത്ഥത്തിന്റെ സംബന്ധം ശാബ്ദബോധത്തിൽ ഭാസിക്കുന്നേ ഇല്ല എന്നിങ്ങനെ എനിക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതായത് നോക്കൂ, ഇപ്പൊ ഞാൻ പറയുകയാണ് ഘടമാനയ എന്നൊരു വാക്യം പറയുന്നു. ഈ ഘടമാനയ എന്ന് ഞാൻ വാക്യം പറയുന്ന സമയത്ത് ഈ വാക്യത്തെ കേൾക്കുന്ന വ്യക്തി പുസ്തകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വെക്കുക. പുസ്തകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഘടത്തെ കാണുന്നില്ല. അപ്പൊ പുസ്തകം എന്നുള്ള ഉപസ്ഥിതി, പുസ്തകം എന്നുള്ള പദാർത്ഥത്തിന്റെ അറിവ് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ ശാബ്ദബോധം ഉണ്ടാകുമോ? പുസ്തകാനയനം കർത്തവ്യം, ടീച്ചർ പറഞ്ഞു പുസ്തകത്തെ കൊണ്ടുവരാൻ എന്നിങ്ങനെ ശാബ്ദബോധം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. പുസ്തകത്തിന്റെ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഘടമാനയ എന്നാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഘടാനയനം കർത്തവ്യം, ഞാൻ ഘടത്തെ കൊണ്ടുവരണം എന്നാണ് ടീച്ചർ പറഞ്ഞത്, പുസ്തകത്തെ കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ല എന്ന് തീർച്ചയായിട്ടും പറയും. അപ്പൊ ഈ നിയമം, ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വേറെ ഏതെങ്കിലും ഒരു പ്രമാണങ്ങളെ കൊണ്ട് അർത്ഥം ഉപസ്ഥിതമായി കഴിഞ്ഞാൽ ആ അർത്ഥം ശാബ്ദബോധത്തിന് വിഷയമാകുന്നില്ല. പിന്നെയോ നമ്മൾ ശബ്ദം കൊണ്ട് പറഞ്ഞ അർത്ഥം മാത്രമേ ശാബ്ദബോധത്തിന് വിഷയമാകുന്നുള്ളൂ എന്നിങ്ങനെ ഈ നിയമം ഇപ്പോ എനിക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ നിയമം അപ്പൊ വേറെ ഒരു പ്രമാണം കൊണ്ട് ഭാസിക്കപ്പെടുന്ന അർത്ഥങ്ങൾക്ക് ശാബ്ദബോധ വിഷയത ഇല്ല എന്നിങ്ങനെ എനിക്ക് ഇപ്പോൾ സ്ഥാപിക്കാൻ പറ്റും. ഇത് ഒരു ഉപകാരം. രണ്ടാമത്തത് എന്താ? അതാണ് പറഞ്ഞിരിക്കുന്നത്, മാനാന്തരാവബുദ്ധാനാം നാൻവയസ്യാത് ഇതി ഈദൃശഃ. മാനാന്തരം, മാനം എന്ന് പറഞ്ഞാൽ പ്രമാണം, പ്രമാണാന്തരം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രമാണം. വേറെ പ്രമാണം എന്ന് പറഞ്ഞാലോ ശബ്ദപ്രമാണത്തിൽ നിന്ന് അതിരിക്തമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു പ്രമാണത്താൽ അവബുദ്ധമായിരിക്കുന്നത്, അവബുദ്ധാനാം വിഷയാണാം അന്വയോ സംബന്ധമില്ല. സ്യാത് ഇതി ഈദൃശഃ, ഇങ്ങനെയുള്ള സംബന്ധം ഒരിക്കലും ശാബ്ദബോധത്തിൽ വരില്ല. ഇനി രണ്ടാമത്തേത് എന്താണ് നോക്കി നോക്കൂ. അന്യോപി ദ്വാരം ഇത്യാദൗ അധ്യാഹാരേ ഭവിഷ്യതി ശാബ്ദസ്യൈവ അന്വയാർഹത്വാത് ദ്വാരമാവ്രിയതാം ഇതി. നോക്കൂ, ശബ്ദാധ്യാഹാര പക്ഷം എനിക്ക് സമർത്ഥിക്കാൻ സാധിക്കും എന്നിങ്ങനെ പറയുകയാണ് ഗ്രന്ഥകർത്താവ്. അതായത് 2 പക്ഷങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ 2 വ്യക്തി, ഇപ്പൊ നോക്കൂ, 2 വ്യക്തികള് ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോ ഒരു വ്യക്തി മുൻപേ നടന്നു, മറ്റേ വ്യക്തി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയോട് മറ്റേ വ്യക്തി പറഞ്ഞു ദ്വാരം ദ്വാരം എന്നിങ്ങനെ 2 പ്രാവശ്യം ഉച്ചരിച്ചു. അതായത് കഥക്, വാതില് വാതില് എന്ന് 2 പ്രാവശ്യം ഉച്ചരിച്ചു. അത് കേട്ടതിന് ശേഷം ആ വ്യക്തി ഉടനെ പോയിട്ട് ആ വാതിലടച്ചു. അപ്പൊ നോക്കൂ, ആ വാതിൽ അടയ്ക്കണം എന്നുള്ള ശബ്ദം ഈ വ്യക്തി പ്രയോഗിച്ചില്ല. പക്ഷെ വാതില് വാതില് എന്നിങ്ങനെ 2 പ്രാവശ്യം ദ്വാരം ദ്വാരം എന്ന് ഉച്ചരിച്ചേ ഉള്ളൂ. അപ്പൊ ഇവിടെ അടയ്ക്കണം എന്ന ശാബ്ദബോധം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇവിടെ 2 പക്ഷങ്ങളുണ്ട്. ഒന്ന് ശബ്ദാധ്യാഹാര പക്ഷവും മറ്റേത് അർത്ഥാധ്യാഹാര പക്ഷവും. അപ്പോ ഇപ്പൊ ഞാൻ ഈ സിദ്ധാന്തം ഇവിടെ ശബ്ദാധ്യാഹാര പക്ഷമാണ് ആർക്ക്? ഭാട്ടമീമാംസകന്മാർക്ക്.
പ്രാഭാകര മീമാംസകന്മാർക്കോ അർത്ഥാധ്യാഹാര പക്ഷമാണ്. ഇപ്പോ ഞാൻ എന്റെ സിദ്ധാന്തം സ്ഥാപിച്ചത് കൊണ്ട് എനിക്കിപ്പോ ശബ്ദാധ്യാഹാര പക്ഷം എനിക്ക് സമർത്ഥിക്കാൻ സാധിക്കും, അർത്ഥാധ്യാഹാര പക്ഷം ഖണ്ഡിക്കാൻ സാധിക്കും. അധ്യാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസന്ധാനം. ആ ശബ്ദത്തെ അനുസന്ധാനം ചെയ്തിട്ടാണ് അവിടെ പ്രവൃത്തി ഉണ്ടാകുന്നത് എന്നാണ് ഭാട്ടന്മാര് പറയുന്നത്. അതായത് ദ്വാരം അടയ്ക്കണം, അവിടെ അടയ്ക്കണം എന്നുള്ള ശബ്ദം പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ അടയ്ക്കണം എന്നുള്ള ശബ്ദത്തിന്റെ അനുസന്ധാനം ചെയ്തതിന് ശേഷം പദാർത്ഥോപസ്ഥിതിയെ കൈവരിച്ചതിന് ശേഷമാണ് അവിടെ ശബ്ദബോധം ഉണ്ടാകുന്നത് എന്നാര് പറയുന്നു? ഭാട്ടന്മാര് പറയുന്നു. ഈ പ്രാഭാകരന്മാർ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ പദത്തിന്റെ അനുസന്ധാനം ചെയ്യേണ്ട ആവശ്യമില്ല, അർത്ഥത്തിന്റെ അനുസന്ധാനം നേരിട്ട് ചെയ്തിട്ട് അവിടെ ശബ്ദബോധം ഉണ്ടാകും. അടയ്ക്കണം എന്ന പദം നമ്മൾ അധ്യാഹരിക്കേണ്ട, പക്ഷെ അടയ്ക്കണം എന്നുള്ള അർത്ഥം നമ്മൾ അറിഞ്ഞാൽ മതി എന്ന് പ്രാഭാകരന്മാർ പറയുന്നു. അർത്ഥാധ്യാഹാരത്തെ സമർത്ഥിക്കുന്ന പ്രാഭാകരന്മാർ പറയുന്നു. അപ്പോ ഇപ്പോ ഭാട്ടന്മാര് പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോ ശബ്ദത്താൽ ഉപസ്ഥിതമാകുന്ന അർത്ഥങ്ങളെ ശബ്ദബോധത്തിൽ ഭാസിക്കുന്നുള്ളൂ എന്നുള്ള നിയമം ഞാൻ അംഗീകരിച്ചു. ഇത് സ്ഥാപിച്ച് പ്രാഭാകരനെ ഖണ്ഡിച്ചത് കൊണ്ട് പ്രാഭാകരന്റെ അർത്ഥാധ്യാഹാര പക്ഷവും ഇപ്പോൾ ദൂഷിക്കപ്പെട്ടു. കാരണം പദജ്ഞാനം ഇല്ലാണ്ട് ഒരർത്ഥവും ശബ്ദബോധത്തിൽ ഭാസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ പുസ്തകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് ഘടമാനയ എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എന്നുള്ള അർത്ഥവും അവിടെ ശബ്ദബോധത്തിൽ ഭാസിക്കുമായിരുന്നു. അത് ഭാസിക്കുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? ശബ്ദജ്ഞാനം വന്നതിന് ശേഷം ആ ശബ്ദജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന അർത്ഥമേ അവിടെ ശബ്ദബോധത്തിൽ ഭാസിക്കുന്നുള്ളൂ എന്ന് പറയണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കഥക് ദ്വാരം എന്ന് പറയുന്ന സ്ഥലത്തും ഇതേ നിയമം നമ്മൾ പിന്തുടരണം. ഒരു സ്ഥലത്ത് കിട്ടിയാൽ ആ നിയമം നമുക്ക് പരിത്യജിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെയും ശബ്ദാനുസന്ധാനത്തിന് ശേഷം അർത്ഥാനുസന്ധാനത്തിന് ശേഷമേ അവിടെ ശബ്ദബോധം ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയണം. അതുകൊണ്ട് അർത്ഥാധ്യാഹാര പക്ഷവും ഖണ്ഡിക്കപ്പെട്ടു, ശബ്ദാധ്യാഹാര പക്ഷമാകുന്ന എന്റെ സിദ്ധാന്തവും സമർത്ഥിക്കപ്പെടുന്നു എന്നിങ്ങനെ. അതാണ് പറയുന്നത്. ശബ്ദാധ്യാഹാര ഏവ സ്യാത് ഇത്യവം മാദൃശം മതം. എന്റെ മതം ആകുന്ന ശബ്ദാധ്യാഹാരം തിഷ്ഠതി, ആ പക്ഷം നിൽക്കുന്നു. ഗുരുവിന്റെ മതമാണെങ്കിലോ ഗുരുസ്തു ആവരണാർത്ഥസ്യ തത്ര അധ്യാഹാരം ഇച്ഛതി. ഗുരുവാണെങ്കിൽ അവിടെ, അതായത് ഗുരു എന്ന് പറഞ്ഞാൽ പ്രഭാകര മീമാംസകനാണെങ്കിലോ അവിടെ അർത്ഥത്തിന്റെ അധ്യാഹാരമേ ചെയ്യുന്നുള്ളൂ. അത് ശരിയല്ല എന്നും ഞാനിപ്പോൾ സാധിക്കും. ബുദ്ധിസന്നിധി മാത്രേണാപ്യന്വേതീതി ദുരാശയാ തത്ര യദ്യവലിപ്തോയം ഗുരുഃ നാദ്യൈവ ശിക്ഷ്യത്തെ അർത്ഥാധ്യാഹൃതിരേവേതി തർഹി ഗർജിഷ്യതി ധ്രുവം. അപ്പോ ഈ പ്രഭാകരന് ദുരാശ ഉണ്ട്. എന്താണ് ദുരാശ എന്ന് ചോദിച്ചാൽ, ബുദ്ധിസന്നിധി മാത്രേണാപ്യന്വേതി, രണ്ട് പദാർത്ഥങ്ങൾക്ക് തമ്മിൽ പരസ്പരം ശബ്ദബോധം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അന്വയം പറയണമെന്നിരിക്കെ ആ രണ്ട് അർത്ഥങ്ങളും പദത്താൽ ഉപസ്ഥിതമാകണം എന്ന നിർബന്ധം പറയുന്നില്ല പ്രഭാകരൻ എന്നുള്ളത് കൊണ്ട് ഈ ദുരാശ വെച്ച് പ്രഭാകരൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രഭാകരന്റെ ദുരാശയെ, ഈ ഗർവത്തെ, അവലിപ്ത, ഈ പ്രഭാകരന്റെ അഹങ്കാരത്തെ നമ്മൾ ശമിപ്പിക്കണം. ശമിപ്പിച്ചില്ല, അയാളെ ശിക്ഷിച്ചില്ല, അയാളുടെ പക്ഷത്തെ പറഞ്ഞ് നമ്മൾ ഖണ്ഡിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രഭാകരൻ എന്ത് പറയുമായിരുന്നു? അർത്ഥാധ്യാഹൃതിരേവ ഇതി തർഹി ഗർജിഷ്യതി ധ്രുവം. ഗർജനം ചെയ്യും, സിംഹത്തെ പോലെ നമ്മുടെ മുൻപിൽ വന്നിട്ട് തന്റെ പക്ഷമാകുന്ന അർത്ഥാധ്യാഹാര പക്ഷമാണ് ശരി എന്നിങ്ങനെ ഗർവത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി പ്രഭാകരൻ ദുരാശയോടുകൂടി തന്റെ പക്ഷത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇനി ആ വ്യക്തിക്ക്, പ്രഭാകരൻ, അത് സാധിക്കില്ല. കാരണം അയാളുടെ പക്ഷം ഞാൻ ഖണ്ഡിച്ചിരിക്കുന്നു എന്ന്. ബുദ്ധിസന്നിധി മാത്രേണാപ്യന്വേതീതി ദുരാശയ തത്ര യദ്യവലിപ്തോയം. ഈ പ്രഭാകരൻ അവലിപ്തനാണ്, ഗർവിതനാണ്, അഹങ്കാരിയാണ്. അതുകൊണ്ട് അയം ഗുരുഹു ന അദ്യൈവ ശിക്ഷ്യത്തെ, ഇന്ന് തന്നെ അയാളെ ഒരു പാഠം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അർത്ഥാധ്യാഹൃതിരേവ, അർത്ഥാധ്യാഹാര പക്ഷമാണ് നല്ലത് എന്നിങ്ങനെ ഗർജിഷ്യതി ധ്രുവം, ഗർജനം കുര്യാത്
ആര്? പ്രഭാകരൻ. പക്ഷെ ഇനി അത് സാധിക്കില്ല. അതുകൊണ്ട് ശബ്ദാധ്യാഹാര പക്ഷമാകുന്ന എന്റെ പക്ഷവും ഞാൻ സമർത്ഥിക്കുന്നു എന്നിങ്ങനെ. ഏവം വ്യഭിചാര ഭയേ ഗളിതേ വാക്യാർത്ഥ നിർണയേ ജാതേ പുനഃ അഭിധത്തെ ശബ്ദഃ അപി അനുവാദതയാ ഇതി അസ്യ രാദ്ധാന്തഃ. ഇതെന്താണെന്ന് വെച്ചാൽ, ഇനി വേറെ ഒരു പ്രഭാകര മതം വീണ്ടും അനുവാദം ചെയ്ത് ഖണ്ഡിക്കുകയാണ്. എന്താണ് പ്രഭാകര മതം എന്ന് ചോദിച്ചാൽ, ഏത് വിഷയത്തിലാണ് എന്ന് ചോദിച്ചാൽ, പ്രഭാകരന് വീണ്ടും ഒരു മതമുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പ്രഭാകരന്റെ മതത്തെ ഖണ്ഡിച്ചു. അതിൽ ആദ്യത്തേത് എന്താണ് എന്ന് ചോദിച്ചാൽ, അഭീതാന്വയവാദവും അന്വിതാഭിധാനവും പറഞ്ഞ് അവിടെ പ്രഭാകരന്റെ അന്വിതാഭിധാന മതം പറഞ്ഞ് അവിടെ ദൂഷണം ചെയ്ത് നമ്മൾ പ്രഭാകര മതത്തെ ഖണ്ഡിച്ചു. പിന്നെ പദസാന്നിധ്യം എന്നുള്ള വിഷയത്തില് സന്നിധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെ ആ പക്ഷം പറഞ്ഞ് നമ്മൾ അവിടെ ഖണ്ഡിച്ചു. ഇതേപോലെ തന്നെ അർത്ഥാധ്യാഹാര പക്ഷം നിലനിൽക്കില്ല, ശബ്ദാധ്യാഹാര പക്ഷമാണ് എന്നിങ്ങനെ പറഞ്ഞ് സമർത്ഥിച്ചു, നമ്മുടെ സിദ്ധാന്തം സമർത്ഥിച്ചു. ഇനിയും പ്രഭാകരന്റെ ഒരു മതം വീണ്ടും പറഞ്ഞിട്ട് ഖണ്ഡിക്കുകയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രഭാകരൻ പറയുകയാണ്, ഈ ശാബ്ദബോധം എന്നുള്ള ഈ ശാബ്ദബോധം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ശാബ്ദബോധത്തെ കുറിച്ചാണല്ലോ ചിന്തിച്ചിരിക്കുന്നത്. ഈ ശാബ്ദബോധം രണ്ട് തരത്തിലാണ് നമ്മുടെ മതത്തിൽ, സിദ്ധാന്ത മതത്തിൽ. എന്തൊക്കെയാണ്? പൗരുഷേയം അപൗരുഷേയം എന്നിങ്ങനെ രണ്ട് തരത്തില് ശാബ്ദബോധമുണ്ട്. പൗരുഷേയം അപൗരുഷേയം. പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്ത് ആപ്തന്മാരായിരിക്കുന്ന വ്യക്തികള് താൻ യഥാർത്ഥമായിട്ടുള്ള ഒരു അർത്ഥത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ അർത്ഥത്തെ വേറൊരാൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്യങ്ങൾ, ആ വാക്യങ്ങളാണ് പൗരുഷേയ വാക്യങ്ങൾ. അപൗരുഷേയ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, വേദവാക്യം, ഈശ്വരൻ, വേദവാക്യങ്ങളാണ് അപൗരുഷേയ വാക്യം എന്നിങ്ങനെ. ഇപ്പൊ രണ്ട് തരത്തില് ശാബ്ദബോധമുണ്ട്. ഒന്ന് പുരുഷന്മാരാൽ ഉച്ചരിക്കപ്പെട്ട വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ശാബ്ദബോധം, രണ്ടാമത്തത് വേദവാക്യത്താൽ ഉച്ചരിക്കപ്പെടുന്ന ശാബ്ദബോധം. രണ്ട് തരത്തിലുള്ള ശാബ്ദബോധം ഉണ്ടാകുന്നു. ഇതിൽ ഇതാണ് നമ്മുടെ, അതായത് ഭാട്ടമീമാംസകന്മാരുടെ ഗ്രന്ഥകാരന്റെ മാനമയോദയകാരന്റെ മതം. പക്ഷേ പ്രാഭാകരൻ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വേദവാക്യങ്ങളിൽ നിന്ന് മാത്രമേ ശാബ്ദബോധം ഉണ്ടാകുന്നുള്ളൂ. ഈ പറഞ്ഞ ഈ പൗരുഷേയ വാക്യങ്ങൾ ഉണ്ടല്ലോ, ഈ പൗരുഷേയ വാക്യങ്ങളിൽ നിന്ന് ശാബ്ദബോധം ഉണ്ടാകുന്നില്ല എന്നാണ്. പിന്നെയോ, പൗരുഷേയ വാക്യങ്ങളിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അനുമതിയാണ് ഉണ്ടാകുന്നത് എന്നാണ് പ്രാഭാകരൻ പറയുന്നത്. വാക്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തും ശാബ്ദബോധം ഉണ്ടാകുന്നില്ല. കാരണം ഒരു സ്ഥലത്തും നമുക്ക് ഈ വ്യക്തി എന്താണ് ഉച്ചരിച്ചത് എന്നിങ്ങനെ താത്പര്യത്തെ അറിയാൻ സാധിക്കില്ല എന്നാണ് പ്രാഭാകരൻ പറയുന്നത്. ഒരു വ്യക്തി ഒരു വാക്യം ഉച്ചരിച്ചതിന് ശേഷം ഈ വ്യക്തിയുടെ താത്പര്യം ഇത് തന്നെയാണ് എന്ന് നമുക്ക് ഒരു സ്ഥലത്തും നിശ്ചയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അനുമാന പ്രയോഗത്തെ ചെയ്യാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നദ്യാസ്തീരെ ഫലാനി സന്തി, നദിയുടെ തീരത്ത് ഫലങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വാക്യം, ഉദാഹരണത്തിന് ഒരു വാക്യം എടുത്തു എന്നേ ഉള്ളൂ, ഗ്രന്ഥകാരൻ എടുത്ത വാക്യം, അതേ വാക്യം ഞാൻ എടുത്തത്. ഈ വാക്യം കേട്ടതിന് ശേഷം നമുക്ക് അറിവുണ്ടാകുന്നുണ്ട്. ഈ അറിവ് ഒരു ശാബ്ദബോധമല്ല. പിന്നെയോ എന്താണ് എന്ന് ചോദിച്ചാൽ പ്രഭാകരൻ പറയുകയാണ്, ഇതൊരു അനുമതിയാണ്. എന്താണ് ഇവിടെ അനുമാന പ്രയോഗം എന്ന് ചോദിച്ചാലോ, പ്രഭാകരൻ പറയുകയാണ്, അനുമാന പ്രയോഗം ഇതിൽ തന്നെ ഉണ്ട്, നോക്കി നോക്കൂ. ഏതാനി പദാനി ഏതേഷാം പദാർത്ഥാനാം സംസർഗം അവബുദ്ധ്യൈവ പ്രയുക്താനി ആപ്തപ്രണീത പദത്വാ ഗാമാനയ ഇതി പദവത് എന്നൊരു അനുമാന പ്രയോഗത്തെ ചെയ്യണം. ഈ അനുമാന പ്രയോഗത്തെ ചെയ്താൽ മാത്രമേ ശാബ്ദബോധം നമുക്ക് അവിടെ അർത്ഥനിശ്ചയം ഉണ്ടാകുന്നുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അർത്ഥനിശ്ചയം ഉണ്ടാകുന്നില്ല. അതായത് എന്താണ് അനുമാന പ്രയോഗത്തിന് അർത്ഥം? ഏതാനി പദാനി, ഈ പദങ്ങള്, ഏതേഷാം പദാർത്ഥാനാം സംസർഗം അവബുദ്ധ്യൈവ പ്രയുക്താനി, നദ്യാസ്തീരെ
ഫലാനി സന്ധി എന്നിങ്ങനെ ഫലത്തിന്റെയും തീരത്തിന്റെയും നദിയുടെയും എല്ലാത്തിന്റെയും സംബന്ധം ഈ വാക്യം ബോധിപ്പിക്കട്ടെ എന്നിങ്ങനെയുള്ള താല്പര്യത്തോടു കൂടിയാണ് ഈ വാക്യം ഉച്ചരിക്കപ്പെട്ടത് എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിന് ഈ അർത്ഥത്തിൽ താല്പര്യമുണ്ട് എന്നിങ്ങനെ നമ്മൾ ഒരു അനുമാന പ്രയോഗം ചെയ്യണം. അനുമാന പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ഈ വാക്യത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിങ്ങനെ താല്പര്യ നിശ്ചയത്തിന് ശേഷം ഇങ്ങനെ ഒരർത്ഥം നമ്മൾ അനുമാന പ്രമാണത്തെ കൊണ്ട് ഈ അർത്ഥത്തെ നിശ്ചയിച്ചതിന് ശേഷമേ നമുക്ക് ഇവിടെ അർത്ഥാവബോധം ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പ്രാഭാകരന്മാർ പറയുന്നത്. അപ്പോ ഈ താത്പര്യ നിശ്ചയം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ശാബ്ദബോധം ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ പ്രാഭാകരൻ പറയുകയാണ് അങ്ങനെയല്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇപ്പോ ഈ അനുമതി ഉണ്ടായതിന് ശേഷം ശാബ്ദബോധം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ശാബ്ദബോധം നമുക്ക് പുതിയതായിട്ടുള്ള ഒരു അറിവിനെ തരുന്നില്ല. കാരണം ഈ വാക്യം ഉച്ചരിച്ചതിന് ശേഷം അനുമാന പ്രയോഗത്തിനാൽ നമ്മൾ ഒരു അർത്ഥത്തെ മനസ്സിലാക്കി. ഈ പുതിയതാകുന്ന അർത്ഥം നമുക്ക് എന്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചാൽ വാക്യത്തിൽ നിന്നാണ് അനുമതിയിൽ അനുമാനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സാക്ഷാത് വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ ഒരു പുതിയതായിട്ടുള്ള അർത്ഥത്തെ അറിഞ്ഞ് വാക്യത്തിന്റെ താത്പര്യം എവിടെയാണ് എന്ന അനുമാനം കൊണ്ട് നിശ്ചയിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ശാബ്ദബോധത്തിന് വിഷയമാകുന്ന ഈ അർത്ഥം നമുക്ക് മുൻപേ കിട്ടിയ അർത്ഥമാണ്. എന്തിൽ നിന്ന്? അനുമതിയിൽ നിന്ന്, അനുമാനത്തിൽ നിന്ന്. അപ്പൊ അനുമാനത്തിൽ നിന്ന് തന്നെ ഈ അർത്ഥം നമുക്ക് കിട്ടി എന്നിരിക്കെ ആ കിട്ടിയ അർത്ഥത്തെ വീണ്ടും ബോധിപ്പിക്കുന്ന വാക്യം പ്രമാണമാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ നോക്കൂ, അനുവാദതയാ ഇതി അസ്യ രാദ്ധാന്തഃ. അനുവാദകമാകുന്ന വാക്യമാണ് ഇത്. അനുവാദകമാകുന്ന വാക്യം പ്രമാണമല്ല. അതായത് വേറെ ഒരു വ്യക്തിക്ക് മുൻപേ അറിഞ്ഞ വസ്തു നമ്മൾ വീണ്ടും പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ വാക്യം ഒരു പ്രമാണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഇപ്പോ മാനമേയോദയം എന്നുള്ള ഗ്രന്ഥമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യം അപ്രമാണമാണ്. കാരണം എന്താണ്? അതായത് അനുവാദകമാണ്. അതായത് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും ഈ വാക്യം നിങ്ങളെ അറിയിപ്പിക്കുന്നില്ല. മുൻപേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയത്തിന്റെ അനുവാദകം മാത്രമാണ് ഈ വാക്യം എന്നുള്ളത് കൊണ്ട് ഇത് കേവലം അനുവാദകമാണ്, പുതിയതായിട്ടുള്ള ഒരു അർത്ഥത്തെ സമർപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ നദിയിൽ ഫലങ്ങളുണ്ട് എന്ന വാക്യം പ്രയോഗിച്ചതിന് ശേഷം അവിടെ താത്പര്യ നിശ്ചയം ഇല്ലാത്തത് കൊണ്ട് അവിടെ അനുമാന പ്രയോഗത്തെ ചെയ്തതിന് ശേഷം താത്പര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാവും ശാബ്ദബോധം ഉണ്ട് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ശാബ്ദബോധം പുതിയതായിട്ടൊന്നും നമ്മളെ കാണിച്ചു തരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ അനുമതിയാണ് ഉണ്ടാകുന്നത്. ശാബ്ദബോധം പുതിയതായിട്ടൊന്നിനെയും വിഷയീകരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആപ്തവാക്യ സ്ഥലങ്ങളിൽ ശാബ്ദബോധം ഇല്ല എന്നാണ് പ്രാഭാകരനാകുന്ന എന്റെ മതം എന്നിങ്ങനെ പ്രാഭാകരൻ പറയുകയാണ്. അപ്പോ പുനരഭിധീയത്തെ ശബ്ദ അനുവാദതയാ ഇതി അസ്യ രാദ്ധാന്തഃ. കസ്യ രാദ്ധാന്തഃ? അസ്യ പ്രാഭാകരസ്യ രാദ്ധാന്തഃ. രാദ്ധാന്തഃ എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം എന്ന അർത്ഥം. ഇങ്ങനെയാണ് പ്രാഭാകരന്റെ സിദ്ധാന്തം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്നത്തെ മുഴുവൻ ശബ്ദപ്രമാണം മുഴുവനായിട്ടും ഇന്ന് തീർക്കാൻ സാധിക്കുകയില്ല. കാരണം അവസാനത്തെ ഒരു 30 നിമിഷം എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അതിനും വേണ്ടിയിട്ടും സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വിചാരം ചെയ്യാം. ബാക്കി നാളെ ശബ്ദപ്രമാണവും ഇതേപോലെ അർത്ഥാപത്തി പ്രമാണവും നോക്കാം. ഇത് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്താം. ഇനിയിപ്പോ അതല്ല ബാക്കിയുള്ള സമയത്തും ആവാം എന്നുണ്ടെങ്കിൽ അതും ആവാം. ടീച്ചർ പറയണ പോലെ, മഹേശ്വരി ടീച്ചർ പറയണ പോലെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വിചാരം ചെയ്യാം. ഇനിയിപ്പോ പ്രാഭാകരമത ഖണ്ഡനമാണ്.
ഈ പക്ഷം ഖണ്ഡിച്ചതോടുകൂടി ഇവിടെ ശബ്ദപ്രമാണം തീർന്നു. സർ ഇത്രത്തോളം മതിയാവും. സാറിന്ന് പഠിപ്പിച്ചത് ഇത്രയും ഭാഗം മതി. ഇനി സംശയം ഇവരുണ്ടോന്ന് ചോദിക്കാം. നോക്കാം. ആർക്കെങ്കിലും ബാക്കി ചോദിക്കാൻ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആർക്കാച്ചാൽ ചോദിക്കാം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആരും ഒന്നും ചോദിക്കുന്ന മട്ടില്ല. അപ്പൊ നമുക്ക് ഏതായാലും ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്തിരിക്കണം. കാരണം ആഗമപ്രമാണത്തിലെ മിക്കവാറും കുറേയധികം കാര്യങ്ങൾ വിശദീകരിച്ച് നന്നായി തന്നെ പറഞ്ഞു. ഇനിയിപ്പം അധികം ആഗമത്തെ കുറിച്ച് അധികം പറയേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അടുത്ത ദിവസം നമുക്ക് അർത്ഥാപത്തി എടുക്കാം. അർത്ഥാപത്തി നേരിട്ട് തന്നെ തുടങ്ങാം. അതെ, അത് മതിയാവും. അപ്പൊ ഇന്ന് തൊണ്ടയ്ക്ക് നന്നായിട്ട് പ്രശ്നമായിട്ടുണ്ട് അല്ലേ? അപ്പൊ വളരെ നന്ദി മോനെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നാളെ അർത്ഥാപത്തി പ്രമാണം